നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയും ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരങ്ങൾക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. കർത്താവായ യേശുവിനെ അനുഭവിക്കുന്നതായ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവാത്മാവ് വ്യാപരിക്കുന്നതായ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ ശുശ്രൂഷയിലും ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ സമയം കർത്താവിൻ്റെ പാദപീഠത്തിലിരിക്കുന്ന സമയമാണ്. എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് യേശു പലവട്ടം വേദപുസ്തകത്തിൽ ക്ഷണിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ അടുക്കലായിരിക്കുന്ന സമയമാണ് ഈ സമയം. യേശുവിൻ്റെ വചനം കേൾക്കുന്ന സമയം. കർത്താവിൻ്റെ സ്നേഹമാണ് നമ്മളിവിടെ ആകർഷിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. കർത്താവ് പറഞ്ഞതാണ്, സ്വർഗസ്ഥനായ പിതാവിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ് വന്നത്. ഒരു സ്നേഹത്തിൻ്റെ ആകർഷണം കിട്ടിയതുകൊണ്ടാണ് വന്നത്. കാൽവരി കുരിശിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ സ്നേഹം കാണാം. ദൈവത്തിൻ്റെ നീതി കാണാം. അവിടെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവനായ പിതാവായ ദൈവം നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെടുവാൻ വേണ്ടിയിട്ട്, നിത്യനാശത്തിലേക്ക് തള്ളപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, നിത്യനാശത്തിൽ പോയി നരകത്തിൽ പോയി കത്താതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം സ്വന്തം പുത്രനെ ആദരിച്ചില്ല എന്ന് ഇത് നാം വിശ്വസിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു ദൗത്യവുമായിട്ടാണ്. ആ ദൗത്യമാണ് ക്രൂശിൽ കാണുന്നത്. നമ്മുടെ ഏവരുടെയും പാപങ്ങളെ മുഴുവനും വഹിച്ചുകൊണ്ട്, നമ്മുടെ സകല ശാപങ്ങളെയും വഹിച്ചുകൊണ്ട്, നമ്മുടെ സകല രോഗങ്ങളെയും ചുമന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ കയറി. അവൻ്റെ അടിപ്പിണരുകളിലാണ് നമ്മൾക്ക് സൗഖ്യം. ഇത് നാം വിശ്വസിക്കണം. ഇതാണ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിലെ വചനങ്ങൾ മുഴുവനും രക്ഷകനെ കുറിച്ചാണ് പറയുന്നത്. രക്ഷ സ്വന്തമാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് വേണം പോകാനായിട്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടുവോ? ഞാൻ മാനസാന്തരപ്പെട്ടുവോ? ഞാൻ നിത്യനാശത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് രക്ഷിക്കപ്പെട്ടുവോ? ഞാൻ എനിക്ക് വേണ്ടി മരിച്ച യേശുവിനായിട്ട് ജീവിതം തുടങ്ങിയോ? ഞാൻ എൻ്റെ ജീവിതം യേശുവിനായിട്ട് സമർപ്പിച്ചുവോ? ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് വേണം നിങ്ങൾ ഇന്ന് ഭവനത്തിലേക്ക് പോകാനായിട്ട്. സാക്ഷ്യങ്ങൾ പലതും കേട്ടപ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു. അപ്പനെ കണ്ടിട്ടില്ലാതെ, അമ്മയുടെ സ്നേഹം ലഭിക്കാതെ വളർന്നു വന്നവർ, ഒരുപാട് ദുരിതങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കുന്ന അനേകരുണ്ട്. ഈ കാൽവറി പ്രയർ ഫെലോഷിപ്പിൻ്റെ പ്രധാനപ്പെട്ട യോഗം നടക്കുന്നത് എല്ലാ രണ്ടാം ശനിയാഴ്ചയാണെന്ന് പറഞ്ഞല്ലോ. എല്ലാ വെള്ളിയാഴ്ചകളിലും 2 മണിക്കൂർ മാത്രമുള്ളതായ ബൈബിൾ ക്ലാസ് ഉണ്ട്. ഈ യോഗങ്ങളിലെല്ലാം അനേകർ എഴുന്നേറ്റ് അവരുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും പറയുന്നത് കേൾക്കാൻ കഴിയും. ഒരു കാലത്ത് സമാധാനമില്ലാത്തവരായിരുന്നു, ഒരു കാലത്ത് ആശ്വാസമില്ലാത്തവരായിരുന്നു, ഒരു കാലത്ത് തകർന്ന് തരിപ്പണമായി പോയവരായിരുന്നു, ഒരു കാലത്ത് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചവരായിരുന്നു, ആത്മഹത്യക്ക് ശ്രമിച്ചവരായിരുന്നു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരുന്നു, നാട്ടുകാർക്കും വീട്ടുകാർക്കും ദോഷം ചെയ്തവരായിരുന്നു. എന്നാൽ അവരെ എങ്ങനെയോ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരെ എങ്ങനെയോ ഈ കൂട്ടായ്മയിലേക്ക് വന്നു. പക്ഷെ ദൈവമാണ് അവരെ കൊണ്ടുവന്നത്. ദൈവത്തിൻ്റെ സ്നേഹമാണ് അവരെ ആകർഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അവർ കൂട്ടായ്മയിൽ വന്ന് വചനം കേട്ടപ്പോൾ അവിടെ പറയുന്നത് ക്രിസ്തുവിനെയാണ്. അവിടെ ഉയർത്തുന്ന ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ഒരു മനുഷ്യൻ്റെയും പേര് അവരവിടെ കേൾക്കുകയില്ല. ഈ കാൽവറി പ്രയർ ഫെലോഷിപ്പിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുകയില്ല. കാരണം രക്ഷകൻ ഒരുവൻ മാത്രം. അവനാണ് വഴി, അവനാണ് സത്യം, അവനാണ് ജീവൻ, അവനാണ് വാതിൽ. നിത്യജീവൻ അവൻ തന്നെയാണ്. ഈ യേശുവിനെ സ്വന്തമാക്കാതെ ആർക്കും നിത്യജീവൻ കിട്ടുകയില്ല. അങ്ങനെ അവർ വചനം കേട്ടപ്പോൾ, ജീവന്റെ വചനം കേട്ടപ്പോൾ അവർ സമർപ്പിക്കുന്നു. അവർ സമാധാനം അനുഭവിക്കുന്നു, അവർ സന്തോഷം അനുഭവിക്കുന്നു. ഞങ്ങളും ആ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ഞങ്ങൾ അനുഭവിക്കുന്നതായ സന്തോഷം, ഞങ്ങൾ അനുഭവിക്കുന്നതായ സമാധാനം, അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് ഈ യോഗം വിളിച്ചു ചേർത്തത്. പ്രിയമുള്ളവരെ, നമ്മൾ വിശ്വസിക്കണം. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വരുന്നവൻ, ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നവൻ, യേശുവിൻ്റെ നാമം പ്രഘോഷിക്കുന്നതായ ദൈവവചനം സന്ദേശം നൽകുന്ന രംഗത്തേക്ക് വരുന്നവൻ, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. എന്താണ് പ്രതിഫലം? നിത്യജീവൻ. പ്രിയമുള്ളവരെ, അത് നമ്മൾ വിശ്വസിച്ചേ പറ്റുകയുള്ളൂ. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, നിത്യതയുണ്ട്. അത് എണ്ണമില്ലാത്ത വർഷങ്ങൾ, ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇത് ദൈവോത്തരം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കെടാത്ത തീയും ചാവാത്ത പുഴുവുമുള്ള നരകം. അവിടുത്തെ തീ കെടുന്നില്ല, അവിടുത്തെ പുഴു ചാകുന്നില്ല. നിത്യദണ്ഡനമാണ്, തീ പൊയ്കയാണ്, ഏറ്റവും പുറത്തുള്ള ഇരുട്ട്. ഇതെല്ലാം യേശുവിൻ്റെ നാവിൽ നിന്ന് തന്നെ വന്ന വാക്കുകളാണ്. ഇന്ന് അതെല്ലാം പലരും കഥകൾ പോലെ, കെട്ടുകഥ പോലെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ മരണം എന്നൊരു യാഥാർത്ഥ്യമാണ്. മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ മരണത്തെ നമ്മൾ എല്ലാവരും നേരിടണം. ഏത് പ്രായത്തിലാണ് മരണം വരുന്നത്, എപ്പോഴാണ് മരണം വരുന്നത് നമുക്ക് അറിയാൻ പാടില്ല. എന്നാൽ ഈ മരണത്തിനപ്പുറം എൻ്റെ ആത്മാവ് എവിടെ ചെല്ലും, അത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഉറപ്പാക്കണം. ഇവിടെ വെച്ച് തന്നെ ഉറപ്പാക്കണം. എൻ്റെ ജീവിതത്തെ ഞാൻ പരിശോധിക്കണം. വചനം കേൾക്കുമ്പോൾ, യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ജീവിതത്തിലേക്കൊന്ന് പരിശോധിക്കണം. കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. സകലതും കാണുന്നവനായ ദൈവം എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 139 സങ്കീർത്തനം പറയും, ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും ദൈവം അറിയുന്നു. ഞാൻ ഇരിക്കുന്ന ദൈവം അറിയുന്നു, ഞാൻ എഴുന്നേൽക്കുന്നത് അറിയുന്നു. എൻ്റെ ഹൃദയത്തിലെ നിരൂപണം ദൈവം അറിയുന്നു. നമ്മുടെ ഓരോ ചിന്തകളും കർത്താവ് അറിയുന്നു. നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ കർത്താവ് കേട്ട് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിലൂടെ പോയ ചിന്തകൾ എന്തെല്ലാമായിരുന്നു? പകവെച്ചുകൊണ്ട് നടക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്, മറ്റുള്ളവരെ കൊല്ലണമെന്നുള്ള വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ട്, സ്വന്തം കുടുംബത്തിൽ തന്നെ പകയുള്ളവരുണ്ട്. തന്നെ സ്നേഹിക്കുന്ന ഭാര്യയോട് പക, തന്നെ സ്നേഹിക്കുന്ന അപ്പനോട് പക, അമ്മയോട് പക, മക്കളോട് പക. ഉള്ളിൽ വൈരാഗ്യം ഉണ്ടോ? പരിശോധിക്കൂ. എങ്കിൽ തിരുത്തണം. അതിനുവേണ്ടിയാണ് ഇതെല്ലാം പറയുന്നത്. അന്യന്റെ വസ്തുക്കൾ സ്വന്തമാക്കി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അനീതിയുടെ പണം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അന്യന്റെ സ്വത്ത് മോഹിച്ച് അന്യന്റെ സ്വത്ത് കൈവശമാക്കിയവരുണ്ട്. വചനം കേൾക്കുമ്പോൾ എറിഞ്ഞു കളയാനുള്ളതെല്ലാം എറിഞ്ഞു കളഞ്ഞുകൊള്ളണം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, സക്കായിയോ നിന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കാണ്. കർത്താവായ യേശുക്രിസ്തു സക്കായിനെ കണ്ടുമുട്ടിയപ്പോൾ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കാം എന്ന് പറയുകയാണ്. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായി യേശുവിനെ കൈക്കൊണ്ടു. സക്കായി എന്ന ചുങ്കക്കാരനായ വ്യക്തി, കുള്ളനായ വ്യക്തി യേശുവിനെ കാണാൻ വേണ്ടി അന്നത്തെ കാട്ടത്തി മരത്തിന് മുകളിൽ കയറി. അവൻ ടാക്സ് കളക്ടറാണ്. അവൻ്റെ ഉദ്യോഗമൊന്നും ചിന്തിക്കാതെ, അവൻ്റെ പദവിയൊന്നും ചിന്തിക്കാതെ അവൻ കാട്ടത്തിയുടെ മുകളിൽ കയറി തന്നെ മറച്ചുകൊണ്ട് മറ്റാരും കാണരുത് എന്നുള്ള ഉദ്ദേശത്തിലൂടെ നിന്നാണ്. പക്ഷെ യേശുവും പുരുഷാരവും വന്നപ്പോൾ യേശു അവിടെ നിന്നു. എവിടെ ഇരുന്നാലും കാണുന്നവനായ ദൈവം. ഞാൻ സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും യഹോവ എന്നെ കാണുന്നു. സക്കായിയുടെ മുകളിലേക്ക്, ആ കട്ടത്തിയുടെ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, സക്കായി വേഗം ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ എനിക്ക് പാർക്കേണ്ടതാകുന്നു എന്ന്. സക്കായി യേശുവിനെ കൈക്കൊണ്ടു. സക്കായി യേശുവിനോടൊപ്പം നടന്നപ്പോൾ ജനമെല്ലാം പിറുപിറുക്കാൻ തുടങ്ങുകയാണ്, യേശുവിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുകയാണ്. ഇവൻ പാപിയായ, ഇവൻ ചുങ്കക്കാരനായ വ്യക്തിയുടെ വീട്ടിൽ പാർക്കാൻ പോവുകയാണ്. അന്ന് ചുങ്കക്കാരെയും വേശ്യമാരെയും ഒരേ രീതിയിലാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ചുങ്കക്കാരും പാപികളും, ചുങ്കക്കാരും വേശ്യമാരും സമൂഹത്തിലെ ഏറ്റവും നിന്ദിതരായ വർഗമായിരുന്നു ഇവര്. അങ്ങനെ യേശുവിനെ പഴിക്കാൻ തുടങ്ങിയപ്പോൾ സക്കായി വേഗം നിന്നു. എന്താ കാരണം എന്നറിയാമോ? യേശു പറഞ്ഞിരിക്കുന്നത് സക്കായിയുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു ആരാ? സക്കായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മഹാപരിശുദ്ധൻ, ദൈവത്തിൽ നിന്ന് വന്നവൻ, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു സക്കായിയുടെ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. സക്കായി ഓർത്തു, ഈ വീട് പണിതത് എങ്ങനെയാണ്? ഈ വീട്ടിലെ ഓരോ സാധനങ്ങളും ഇറക്കിയപ്പോൾ അത് അന്യായമായ പണം കൊണ്ട്, അന്യായമായി സമ്പാദിച്ചുകൊണ്ട് വാങ്ങിച്ചു കൂട്ടിയതാണെന്ന് സക്കായി ഓർത്തു.
അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് എങ്ങനെയാണ് യേശുവിനെ ക്ഷണിക്കുക? യേശു കയറി വരിക, സക്കായിയോ നിന്നു. സക്കായി പറഞ്ഞു, ഞാൻ എൻ്റെ സമ്പത്ത് അന്യായമായിട്ടുള്ളതാണ്, അത് ഞാൻ 4 ഇരട്ടി ഞാൻ തിരികെ കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ സ്വത്തിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു, വല്ലതും അന്യായമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ തിരികെ കൊടുക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന്. എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ജീവിതത്തിൽ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തിരുത്തലുകൾ വരുത്തിയാൽ മാത്രമേ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ തലമേൽ വരികയുള്ളൂ. നിങ്ങൾക്ക് സമാധാനം വേണമോ? നിങ്ങൾക്ക് സന്തോഷം വേണമോ? നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി വേണമോ? നിങ്ങൾക്ക് പാപം മോചിച്ച് കിട്ടണമോ? നിങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാകണമോ? ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹത്തിൽ വരണമോ? നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്ന മക്കളായിട്ട് മാറണമോ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിതം നയിക്കണമോ? എങ്കിൽ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, എവിടെയാണ് എനിക്ക് തിരുത്തുവാനുള്ളത്? നിന്റെ വചനം കേൾക്കുന്ന സമയത്ത്, കർത്താവിന്റെ വചനം പറയുന്ന സമയത്ത്, എവിടെയാണ് കർത്താവ് എനിക്ക് തിരുത്തുവാനുള്ളത് എന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ദൈവത്തെ അറിയണമോ? ദൈവത്തിന് വചനം കേൾക്കണം. ക്രിസ്തുവിനെ അറിയണമെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച്, ക്രിസ്തുവിനെ ഉയർത്തുന്നതായ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നതായ വചനം കേൾക്കണം. വചനത്തിലൂടെ ദൈവത്തെ അറിയാൻ പറ്റും. അവന്റെ ശക്തി പ്രാപിക്കണമോ? അവന്റെ വചനത്താൽ അവൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ കാണണം. അവന്റെ ശക്തി അറിയണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ നാം അനുഭവിക്കണമെങ്കിൽ, വ്യക്തിപരമായിട്ട് നാം അനുഭവിക്കണമെങ്കിൽ, അവന്റെ വചനത്തിലൂടെ അവൻ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണണം. നിറവേറുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഉദ്ദേശം അറിയണമോ? ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല. ചാൾസ് സ്പർജൻ എന്ന പ്രസംഗകരുടെ പ്രഭു എന്നറിയപ്പെടുന്നതായ ഒരു ദേവദാസൻ പറഞ്ഞതാണ്. നിറവേറപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് അറിയണമോ? വചനത്തിലൂടെ മാത്രമേ അത് കണ്ടെത്താൻ പറ്റുകയുള്ളൂ എന്ന്. വചനം കേൾക്കണമെന്ന്. വചനം കേൾക്കുമ്പോൾ നമുക്ക് ആശ്വാസം കിട്ടും. വചനം കേൾക്കുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും. വചനം കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. വചനം കേൾക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ പാദപീഠത്തിലിരിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ കർത്താവ് പറഞ്ഞു, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുകയാണ്. എന്ത് പറ്റും? വചനം ഒന്നും ശ്രവിക്കാൻ പറ്റുകയില്ല. വചനം ഒന്നും ഹൃദയത്തിലേക്ക് കയറുകയില്ല. വചനം ഒന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല. വചനത്തിലൂടെ വ്യാപരിക്കുന്നതായ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാൻ പറ്റുകയില്ല. വചനത്തിൽ കേൾക്കുന്നതായ ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ പറ്റുകയില്ല. കർത്താവ് പറഞ്ഞു, നിന്റെ സഹോദരിയായ മറിയയിലേക്ക് നോക്കിക്കേ. അവൾ യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന്. നല്ല അംശമായ ക്രിസ്തുവിന്റെ പാദപീഠം. അവിടെ ആശ്വാസമുണ്ട്, അവിടെ നിത്യജീവനുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ ജയമുണ്ട്, അവിടെ സന്തോഷമുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസമുള്ളവരായിട്ടിരിക്കണം. ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നയാഗ്ര വെള്ളച്ചാട്ടം, അതിലൂടെ ഒരു ബോട്ടിൽ 2 വ്യക്തികൾ പോവുകയാണ്. യുവാക്കന്മാരാണ്. ആ നദിയിലൂടെ, വലിയ നദിയാണ്, നല്ല ഒഴുക്കുള്ള നദിയാണ്, വലിയ വെള്ളച്ചാട്ടമുള്ള നദിയാണ്. ആ നദിയിലൂടെ 2 സാഹസികരായ യുവാക്കന്മാര് ആ ബോട്ടിലൂടെ യാത്ര ചെയ്തപ്പോൾ ജനമെല്ലാം അവരെ കാണുന്നുണ്ട്. വളരെ ദൂരെയാണെങ്കിൽ ജനമെല്ലാം കാണുന്നുണ്ട്. പക്ഷെ അവർ വെപ്രാളപ്പെടുകയാണ്. കാരണം ബോട്ടിന്റെ എഞ്ചിൻ നിന്നുപോയി. അത് എന്ത് കേട്ടും വർക്ക് ചെയ്യുന്നില്ല. ആ ഒഴുക്കിനൊത്ത് ആ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നിലവിളിക്കാൻ തുടങ്ങി, യുവാക്കന്മാർ. കാരണം അല്പം കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകും, അല്പം കഴിഞ്ഞാൽ ഇവർ നശിച്ചു പോകും. ഇവർക്കറിയാം. അവർ ഒച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. ഭാഗ്യവശാൽ കരയിൽ നിൽക്കുന്ന ചില ആൾക്കാർ കണ്ടു. അവര് വലിയ നീളമുള്ള വടം സംഘടിപ്പിച്ച് ഈ ബോട്ടിലേക്ക് ഇട്ടുകൊടുത്തു. വലിച്ചെറിയാണ്. പക്ഷെ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണ്ടേ? പലപ്പോഴും എറിയുന്നുണ്ട്, അവിടേക്ക് എത്തുന്നില്ല. മറ്റു പല സ്ഥലങ്ങളിലുമാണ് വീഴുന്നത്. അവസാനം ആ ബോട്ടിലേക്ക് ചെന്ന വടത്തിന്റെ ഒരു അറ്റം ചെന്ന് വീണു. ഒരുത്തൻ കയറി അതിൽ ചാടി കയറി പിടിച്ചു. അപ്പോൾ മറ്റവൻ നോക്കിയപ്പോൾ വലിയൊരു തടിക്കഷ്ണം ആ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ടു. അവൻ ചിന്തിച്ചു, ഈ കയറിൽ പിടിച്ചാൽ മുങ്ങി താഴാനൊക്കെ സാധ്യതയുണ്ട്, അതിനേക്കാൾ നല്ലത് ഈ ബലമുള്ളതായ വലിയ മരത്തടിയിൽ കയറുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ചാടി ആ മരത്തടിയിലേക്ക് കയറി. എന്താ സംഭവിച്ചു പ്രിയമുള്ളവരെ? ഈ മരത്തടി ഒഴുക്കിനൊപ്പം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് അല്പം കഴിഞ്ഞപ്പോൾ ഈ നയാഗര വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് അത് വീണു. അത് നശിച്ചുപോയി, അവൻ നശിച്ചുപോയി. എന്നാൽ ഈ കയറി പിടിച്ചവൻ, അവൻ ഇടയ്ക്ക് എടുത്ത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി.
കരയിൽ നിൽക്കുന്നവർ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അവൻ മുങ്ങുന്നുണ്ട്, താഴുന്നുണ്ട്. എങ്കിലും അവന് ബന്ധം കരയിൽ നിൽക്കുന്നവരുമായിട്ടാണ്. അവൻ മുറുകെ പിടിച്ചിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ അവർ ഇവനെ വലിച്ച് കരയിലേക്ക് അടുപ്പിച്ചു. കരയിൽ നിൽക്കുന്നവനുമായിട്ടുള്ള ബന്ധം, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ വിശ്വാസത്തിന്റെ കയറ് കർത്താവായ യേശുക്രിസ്തു ഇട്ടിരിക്കുകയാണ്. നമ്മൾ അതിൽ കയറി പിടിച്ചാൽ മാത്രം മതി. നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തടിക്കഷ്ണമാണ് വലുതെന്ന് തോന്നും. നമ്മുടെ ആചാരങ്ങൾ കൊണ്ടും നമ്മുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിക്കാം, സ്വർഗത്തിലെത്താം എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇല്ലേ? നിങ്ങൾ ദേവാലയത്തിൽ പോകുന്നവരല്ലേ? ഞാനും പോകുന്ന വ്യക്തിയാണ്. ഞാൻ കത്തോലിക്ക സഭയിലെ അംഗമാണ്. ഈ കൂട്ടായ്മ എടുത്തു പറയുന്ന വാക്കാണ്, ആരും സഭ മാറണ്ട, ആരും സമുദായം മാറണ്ട, ആരും മതം മാറണ്ട. മനസ്സാണ് മാറേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത്. യേശു ഹൃദയത്തിൽ വരിക എന്നുള്ളതാണ് വേണ്ടത്. നിങ്ങൾ നിൽക്കുന്ന സഭയിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വചനം കേൾക്കാം, കൂട്ടായ്മയിൽ വരാം. അകമാണ് മാറേണ്ടത്. അതുകൊണ്ട് കത്തോലിക്ക സഭയിൽ നിൽക്കുകയാണ് ഞാൻ. പ്രിയമുള്ളവരെ, ഞാനും ദേവാലയത്തിൽ പോകുന്ന വ്യക്തിയാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെ സ്വർഗത്തിലെത്തിക്കുകയില്ല. യേശുവുമായിട്ടുള്ള ബന്ധം വേണം. വിശ്വാസത്തിലൂടെ യേശുവിനെ കാണാൻ കഴിയണം. വചനം കേൾക്കുമ്പോൾ വിശ്വസിക്കണം, ഓരോ വാക്കും വിശ്വസിക്കണം. ഈ പറയുന്നത് എൻ്റെ നിത്യജീവനുള്ള കാര്യമാണ്. ഞാൻ നിത്യനാശത്തിൽ തള്ളപ്പെട്ടു പോകാതെ ദൈവപുത്രനായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന കാര്യമാണ് ഈ ദൈവമക്കൾ പറയുന്നത്. ആ യേശുവിനെ അനുഭവിക്കുന്ന സാക്ഷികളാണിവർ. വിശ്വസിക്കണം പ്രിയമുള്ളവരെ. അതിന് സഭ മാറേണ്ട ആവശ്യമില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായിട്ട് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി. ഇത് 2-ാം ദിവസത്തെ മീറ്റിംഗ് ആണല്ലോ, ലാസ്റ്റ് ദിവസത്തെ മീറ്റിംഗ് ആണല്ലോ. ഇന്നലെ നമുക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ സംസാരിച്ച വിഷയമുണ്ട്. അത് അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ എന്നുള്ളൊരു വാക്യമായിരുന്നു. കം യു ബ്ലസ്ഡ്, ഗോഡ്സ് ഡിവൈൻ ഇൻവിറ്റേഷൻ എന്നാണ് പറയുന്നത്. യേശുവിൻ്റെ ക്ഷണം. അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. ഒരുക്കിയിരിക്കുന്ന ഒരു രാജ്യമുണ്ട് എന്ന് എത്ര പേരത് കേൾക്കും? ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുമെന്നും മറ്റൊരു ശബ്ദവും കേൾക്കും. കർത്താവിൻ്റെ 2ാമത്തെ വരവുമായിട്ട് ബന്ധപ്പെട്ട് ന്യായവിധിയുടെ സമയത്തുള്ള ശബ്ദമാണത്. അനുഗ്രഹിക്കപ്പെട്ടവർ, ശപിക്കപ്പെട്ടവർ എന്ന് പറഞ്ഞ് 2ആയിട്ട് തിരിയും. ഈ ലോകത്ത് ഏതെല്ലാം മനുഷ്യരുണ്ടോ, ഏതെല്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരുണ്ടോ, ഏതെല്ലാം ക്രിസ്ത്യാനികളുണ്ടോ, 2ആയിട്ട് തിരിയും. ഒരു കൂട്ടർ അനുഗ്രഹിക്കപ്പെട്ടവർ, ഒരു കൂട്ടർ ശപിക്കപ്പെട്ടവർ. എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ടവർ എന്നുള്ള വിളി അവർ കേൾക്കുന്നത്? അവർ ഭൂമിയിലായിരുന്നപ്പോൾ അവരുടെ അല്പകാലം മാത്രമുള്ള ആയുസ്സിൽ അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവർ അറിഞ്ഞു. പിതാവായ ദൈവം സ്വന്തം പുത്രനെ ആദരിക്കാതെ തങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ നൽകിയെന്നും ആ പുത്രനെ കൈക്കൊള്ളേണ്ടതായ ആവശ്യമുണ്ട് എന്ന് അവർ കേട്ട് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടവരാണ് അനുഗ്രഹിക്കപ്പെട്ടവരെന്നുള്ള വിളി കേൾക്കുന്നവർ. ജീവിതം യേശുവിനായിട്ട് സമർപ്പിച്ചവർ, മാനസാന്തരപ്പെട്ടവർ, മനസ്സറിഞ്ഞ ജീവിതത്തിൽ ഒരു പാപം വരികയില്ല എന്നുള്ള തീരുമാനത്തോടെ വിശുദ്ധ ജീവിതം നയിക്കുന്നവർ, അവരാണ് അനുഗ്രഹിക്കപ്പെട്ടവർ. എന്നാൽ ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ടു പോകുവിനെന്നുള്ള ശബ്ദം, നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ള ശബ്ദം, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്നുള്ള ശബ്ദം, അതാരാണ് കേൾക്കുന്നത്? അധർമ്മം പ്രവർത്തിക്കുന്നവരാണ്. വചനം കേട്ടിട്ടും മനം തിരിയാത്തവരാണ് ശപിക്കപ്പെട്ടവരെന്നുള്ള ശബ്ദം കേൾക്കുന്നത്. യേശു ക്രിസ്തു ക്രൂശിലെ ഒരുക്കിയതായ രക്ഷയെക്കുറിച്ച് കേട്ടിട്ടും ആ രക്ഷകനെ സ്വന്തമാക്കാത്തവരാണ് ശപിക്കപ്പെട്ടവരെന്നുള്ള ശബ്ദം കേൾക്കുന്നത്. സഹോദര സഹോദരി, നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാടായ ക്രിസ്തു അറക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും രക്തം ചിന്തി എന്നറിഞ്ഞിട്ടും നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ വേണ്ടി അവൻ കുരിശിന്മേൽ അടികളേറ്റു എന്നറിഞ്ഞിട്ടും അവനെ കൈക്കൊണ്ടില്ല എങ്കിൽ പിന്നെ ആരാണ് ശപിക്കപ്പെട്ടവർ? ശപിക്കപ്പെട്ടവരെ എന്നുള്ള വിളി എപ്പോഴാണ്? മരണത്തിനപ്പുറമുള്ള ന്യായവിധിയുടെ സമയത്ത്. ഒരു ജഡ്ജ്മെന്റ് ഉണ്ട് പ്രിയമുള്ളവരെ, ഒരു ന്യായവിധി ഉണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇവിടെ സെഷൻസ് കോടതി ഉണ്ട്, ജില്ലാ കോടതി ഉണ്ട്, നമ്മുടെ നാട്ടിൽ സുപ്രീം കോടതിയൊക്കെ ഉണ്ട്. ഇവിടുത്തെ കാര്യം എങ്ങനെ എനിക്ക് അറിയാൻ പാടില്ല. ഹൈക്കോടതിയുണ്ട്.
എന്നാൽ ഇവിടെയുള്ള കോടതികൾക്ക് പ്രതിയെ ശിക്ഷിക്കണമെങ്കിൽ തെളിവ് വേണം, വേണ്ടേ? സാക്ഷികൾ വേണം. തെളിവില്ല എങ്കിൽ, സാക്ഷികളില്ല എങ്കിൽ ആ വ്യക്തി കുറ്റം ചെയ്താൽ പോലും അവന് വെറുതെ വിടും. കാരണം തെളിയിക്കാൻ കഴിയുന്നില്ല എങ്കിൽ. അതാണ് നിയമം. അങ്ങനെ എത്രയോ കുറ്റവാളികൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, എത്രയോ നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, തെളിവുകളും വേണ്ട, സാക്ഷികളും വേണ്ട, ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തുവാണ് ന്യായാധിപതി. എന്തുകൊണ്ടാണ് തെളിവ് വേണ്ട, ജഡ്ജ്മെന്റ് വേണ്ട എന്ന് പറയുന്നത്? എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ 4 അധ്യായം 13 വാക്യം വായിക്കാം. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ന്യായവിധിയിൽ തെളിവ് വേണ്ട എന്ന് പറയുന്നത്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അവിടെ വക്കീലിന്റെ ആവശ്യമില്ല, അവിടെ തെളിവുകൾ വേണ്ട, അവിടെ സാക്ഷികൾ വേണ്ട. നമ്മുടെ ജീവിതം മുഴുവനും കർത്താവായ യേശു ക്രിസ്തു കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ജീവിതം അവന് മുമ്പാകെ നഗ്നമാണ്, മലർന്നു കിടക്കുകയാണ്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യം. ഇവിടെ വെച്ച് ഇരുട്ടത്ത് ചെയ്തതും, പുറമെ മറ്റാരും അറിയാതെ സ്വന്തം മുറിയിൽ ഇരുട്ടത്ത് ചെയ്തതും, ആരെയും കണ്ടില്ല, ആരും അറിഞ്ഞില്ല, സ്വന്തം ഭാര്യയെ തല്ലിയതും, സ്വന്തം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചതും, സ്വന്തം ഭർത്താവിനോട് ധിക്കാരം പറഞ്ഞതും, അരുതാത്തത് സംസാരിച്ചതും എല്ലാം പിടിക്കപ്പെടുന്നൊരു ദിവസമുണ്ട്. അതാണ് ജഡ്ജ്മെന്റ്, ന്യായവിധി. അപ്പോസ്തലനായ പത്രോസ് പറയും, 1 ലേഖനം 4 അധ്യായം 5 വാക്യം വായിക്കാം. വേദപുസ്തകമുള്ളവർക്ക് എല്ലാവർക്കും എടുക്കാം. 1 പത്രോസ് 4 അധ്യായം 5 വാക്യം. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എല്ലാവർക്കും ഉണ്ട് ന്യായവിധി. ജീവികൾക്കുമുണ്ട്, മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയവർക്കുമുണ്ട് ന്യായവിധി. നിങ്ങൾക്കറിയാം, ഈ അഡോൾഫ് ഹിറ്റ്ലർ എത്ര യഹൂദന്മാരെയാണ് കൊന്നൊടുക്കിയതെന്ന് അറിയാമോ? 60 ലക്ഷം യഹൂദന്മാരെയാണ് കൊന്നൊടുക്കിയത്. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പുരുഷന്മാരെയും ആരെയും വെറുതെ വിട്ടില്ല. ഗ്യാസ് ചേമ്പറിലെല്ലാം അടച്ച് ശ്വാസം മുട്ടിച്ചും കത്തിച്ചും മൃഗീയമായി പീഡിപ്പിച്ചൊക്കെയാണ് കൊന്നുകളഞ്ഞത്. പക്ഷെ അവനൊരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അവന് മരിക്കണമെന്ന് തോന്നി. ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തിട്ട് അവൻ ആത്മഹത്യ ചെയ്തു. ഇവിടെ വേദപുസ്തകം പറയുന്നു, മരിച്ചവരെയും ജീവികളെയും ന്യായം വിധിപ്പാൻ ഒരുവൻ ഒരുങ്ങിയിരിക്കുന്നു. നമ്മൾ ന്യായവിധിക്കായിട്ട് ഒരുങ്ങിയില്ലെങ്കിലും, നമ്മൾ മരണത്തിനായിട്ട് ഒരുങ്ങിയില്ലെങ്കിലും, നമ്മൾ നിത്യതയിലേക്ക് കിടക്കാൻ ഒരുങ്ങിയില്ലെങ്കിലും ഒരുവൻ ഒരുങ്ങിയിരിക്കുകയാണ് ന്യായം വിധിപ്പാൻ. ആത്മഹത്യ മൂലം മാറ്റപ്പെട്ടതായ അഡോൾഫ് ഹിറ്റ്ലറിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ന്യായവിസ്താര സഭയുടെ മുമ്പാകെ കൊണ്ടുവരും. ഇന്ത്യയിൽ ഒറീസയിൽ ഒരു സംഭവം നടന്നു. ഓസ്ട്രേലിയൻ മിഷണറിമാരായ ഗ്രഹാം സ്റ്റെയിൻസ്, അദ്ദേഹത്തെ കൊന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഒറീസയിൽ വെച്ച് അദ്ദേഹം മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി വന്നതാണ്. അദ്ദേഹം സാധുക്കളെ, കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ദൈവം ഭരമേൽപ്പിച്ചു വിട്ടതായ ശുശ്രൂഷ അദ്ദേഹം ചെയ്തു. ആർക്കൊരു ദ്രോഹം ചെയ്തില്ല, ഒരു മതവും മാറ്റാൻ പോയില്ല. പക്ഷെ ശത്രുക്കൾ പൊങ്ങി വന്നു. അപ്പൻ്റെ സുവിശേഷ വേല കാണാനായിട്ട് 9 11 വയസ്സുള്ളവരായ 2 ആൺമക്കൾ, തിമോത്തിയും ഫിലിപ്പും, ആ കുഞ്ഞുങ്ങളും അപ്പനോടൊപ്പം കൂടി സുവിശേഷ വേലയിൽ പങ്കാളികളാകാൻ അവർ കിടക്കുന്നത് അവരുടെ തന്നെ ഒരു വാഹനത്തിൽ, വാനിലാണ് കിടക്കുന്നത്. ഏതെങ്കിലും കാട്ടിലേക്ക് പോയി വണ്ടി ഒതുക്കിയിടും, എന്നിട്ട് അവിടെ കിടന്നുറങ്ങും. എന്നാൽ കുറച്ച് പേര്, കുറേ പുരുഷന്മാര് കുന്തവും എല്ലാമായിട്ട്, മൂർച്ചയുള്ള ആയുധങ്ങളെല്ലാമായിട്ട് വന്നു. അവരുടെ കയ്യിൽ തീപ്പന്തം ഉണ്ടായിരുന്നു. അവർ ആ വാഹനത്തിലേക്ക് പെട്രോൾ ഒഴിച്ചു, തീ കൊളുത്തി. ഈ കുഞ്ഞുങ്ങൾ 2 പേരും മരണപ്രാളത്തിൽ ചാടി പുറത്തേക്ക് എടുക്കാൻ നോക്കുകയാണ്. പുറത്ത് നിൽക്കുന്നവർ കുന്തം കൊണ്ട് കുത്തി അവരെ ആ വാനിലേക്ക് തന്നെ തള്ളിയിടുകയാണ്. അപ്പനും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്, കുന്തം കൊണ്ട് കുത്തി അവരെ അകത്തേക്ക് ഇടുകയാണ്. പിറ്റേ ദിവസം ജനം ഉണർന്നപ്പോൾ കണ്ടത് തീ കൊണ്ട് കത്തി എരിഞ്ഞതായ വാഹനവും അതിൽ ഒരു ശരീരവും. 3 പേരാണ്, പക്ഷേ അപ്പനെ കെട്ടിപ്പിടിച്ച് മരിച്ചു കിടക്കുന്നതായ 2 കുഞ്ഞുങ്ങൾ. പ്രിയമുള്ളവരെ, ഒരു ന്യായവിധി വേണ്ടേ? അവർക്ക് എന്ത് ശിക്ഷയാണ് ഇവിടെയുള്ള കോടതികൾ കൊടുത്തത്? നിങ്ങൾ ന്യൂസ് പേപ്പർ എടുത്താൽ എന്തുമാത്രം പീഡനങ്ങൾ, എന്തുമാത്രം കൊലപാതകങ്ങൾ,
ആരെയും അറിയിക്കാതെ, ആരും അറിയാതെ വെള്ളത്തിലെല്ലാം വലിച്ചെറിയുന്നു. ആരറിയുന്നു? പിറ്റേ ദിവസം ഏതെങ്കിലും ദിവസങ്ങൾക്ക് ശേഷം ബോഡി പൊങ്ങുന്നു. അല്ല, ശവകഷ്ണം കൊന്നിട്ട് വെട്ടി നുറുക്കി കളയുന്നു, നശിപ്പിക്കുന്നു. ആരറിയുന്നു? പ്രിയമുള്ളവരെ, എന്നാൽ വചനം പറയുന്നു, യഹോവയുടെ കണ്ണിന് സകലവും നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുകയാണ്, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത് എന്ന് വചനം പറയുന്നു. വാക്കുകൾക്കടുത്ത ന്യായവിധിയുണ്ട്, ചിന്തകൾക്കടുത്ത ന്യായവിധിയുണ്ട്, പ്രവൃത്തികൾക്കടുത്ത ന്യായവിധിയുണ്ട്. സഹോദരി സഹോദരന്മാരെ, ഇന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം പരിശോധിക്കണം. ന്യായവിധി ദിവസത്തിൽ ഞാൻ പിടിക്കപ്പെടുമോ? കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ പറയും, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. കപടഭക്തിക്കാരെല്ലാം പിടിക്കപ്പെടുന്ന ദിവസമാണ്. കള്ളത്തരങ്ങൾ കാണിക്കുന്നവരെല്ലാം പിടിക്കപ്പെടുന്ന ദിവസമാണ്. വചനം കേട്ടിട്ടും പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തവരെല്ലാം പിടിക്കപ്പെടുന്ന ദിവസമാണ്. സഹോദരിമാരെ, നിങ്ങൾ ചിന്തിക്കൂ, ഈ വചനത്തിന് ഗൗരവം കൊടുത്തു. വചനം പറയുന്നു, ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ ബാക്കി അറിയാമോ? എങ്ങനെ തെറ്റി ഒഴിയും? ഇത്ര വലിയ രക്ഷ, എത്ര വലിയ രക്ഷ, ഇത്ര വലിയ രക്ഷ, എത്ര വലിയ രക്ഷ! കുരിശിലേക്ക് നോക്കൂ സഹോദരിമാരെ, സഹോദരന്മാരെ, കുരിശിലേക്ക് നോക്കൂ. അവിടെ രക്ഷകൻ കിടന്ന് പിടയുന്ന കാഴ്ച കാണുന്നുണ്ടോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ ദൈവം നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നതാണ്. നിത്യന്യായവിധിയിലേക്കും നിത്യശിക്ഷാവിധിയിലേക്കും പോകാതിരിപ്പാൻ വേണ്ടിയിട്ട്, പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിൽ പോയി കത്താതിരിപ്പാൻ വേണ്ടിയിട്ട്, നിത്യജീവൻ തരാൻ വേണ്ടിയിട്ട്, സ്വർഗത്തിലേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട്, ഏതൊരു പാപിക്കും പാപമോചനത്തിന് വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ ദൈവം നൽകി. ഞാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ഒരു തീർത്ഥയാത്രയും നടത്തണമെന്നില്ല, ഒരു മലകളും കയറി ഇറങ്ങണമെന്നില്ല, ഒരു പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കണമെന്നില്ല. സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു അധ്വാനവും വേണ്ട, ഒരു പണവും ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അറുക്കപ്പെട്ടത്, നീ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ കുരിശിന്മേൽ പിടഞ്ഞത്, എൻ്റെ പാപത്തിന്റെ ശിക്ഷയാണല്ലോ നീ ഏറ്റത്. ഞാൻ ഏൽക്കേണ്ടതായ ശിക്ഷ, ഞാൻ ചെയ്ത പാപത്തിന് ഞാൻ ഏൽക്കേണ്ടതായ ശിക്ഷ യേശു ഏറ്റു. അത് ഞാൻ വിശ്വസിക്കണം, അത് ഞാൻ അംഗീകരിക്കണം. വിശ്വാസം പിശാചുക്കൾക്ക് ഉണ്ട് കേട്ടോ. യാക്കോബ്സ്ലയുടെ ലേഖനത്തിൽ പറയും, പിശാചുക്കളും വിശ്വസിക്കുന്നു, ദൈവത്തെ വിശ്വസിക്കുന്നു, അവർ വിറയ്ക്കുകയും ചെയ്യുന്നു, ഭയവുമുണ്ട്. എന്നിട്ട് പറയുകയാണ്, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? വിശ്വാസം പ്രവൃത്തിയിൽ കാണിച്ചില്ല എങ്കിൽ അത് പിശാചുക്കളുടെ വിശ്വാസമായിട്ട് മാറി. ആ ഗ്രേഡേ ഉള്ളൂ, ആ നിലവാരമേ ഉള്ളൂ എന്ന്. വിശ്വാസം ഞാൻ പ്രവൃത്തിയിൽ കാണിക്കണം. എങ്ങനെ? എൻ്റെ പ്രവൃത്തികൾ കൊണ്ടല്ല രക്ഷ, വിശ്വാസം മൂലമാണ് രക്ഷ. പക്ഷെ എൻ്റെ വിശ്വാസം ഞാൻ പ്രവൃത്തി കാണിക്കേണ്ടത് എങ്ങനെയാണ്? മാനസാന്തരപ്പെടണം. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം. മാവാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? മാമ്പഴം കായ്ക്കും. പ്ലാവാണെന്ന് എങ്ങനെയാണ് അറിയുന്നത്? ചക്ക കായ്ക്കും. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം. എന്നിൽ നിന്ന് ക്രിസ്തീയ ജീവൻ നയിക്കുന്ന എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഫലം എന്ത്? ഞാൻ എന്ത് ഫലമാണ് പുറപ്പെടുവിക്കുന്നത്? മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികളാണോ എൻ്റെ ജീവിതത്തിൽ? ഇന്നും മദ്യപിക്കുന്നതായ ക്രിസ്ത്യാനികളുണ്ട്, ഇന്നും വേശ്യാവൃത്തിക്ക് പോകുന്ന, വ്യഭിചാരത്തിന് പോകുന്നതായ വ്യക്തികളുണ്ട്, ഇന്നും ബ്ലൂ ഫിലിംസ് കാണുന്നവരുണ്ട്. വചനത്തിൽ പറയുന്നുണ്ട്, ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞിട്ടൊരു നീണ്ട ലിസ്റ്റ് പറയുന്നുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, മദ്യപാനം, വ്യഭിചാരം, വാവിഷ്ടാണം, പിടിച്ചുപറി, മോഷണം. ഇവരാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് പറഞ്ഞിട്ടും ഇതെല്ലാം ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ട്. പാപത്തിനെതിരെ പ്രസംഗിക്കാത്ത സഭകളുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ക്രിസ്തു ഹൃദയത്തിലില്ല. ഇന്ന് അനേക ശുശ്രൂഷകന്മാരുണ്ട്, എന്നാൽ ക്രിസ്തുവിനെ ഉയർത്തുന്നില്ല. ഇന്ന് അനേക ശുശ്രൂഷകളും പ്രാർത്ഥനാ കൂട്ടങ്ങളും ധ്യാന കേന്ദ്രങ്ങളെല്ലാം ഉണ്ട്, ക്രിസ്തുവിനെ ഉയർത്തുന്നുണ്ടോ? അവിടെ മാത്രമേ രക്ഷയുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ വിശ്വസിക്കണം. അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കണമെങ്കിൽ എന്ത് വേണം? അതാണ് എൻ്റെ ഇന്നത്തെ ചിന്താ വിഷയം. നിത്യതയിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ദൈവം ക്ഷണിച്ചുകൊണ്ട് വിളിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിവൈൻ ഇൻവിറ്റേഷൻ എന്തെല്ലാമാണ്? വരുവിൻ, വന്ന് കാണുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു വിളിക്കുന്നുണ്ട്. എൻ്റെ അടുക്കൽ വരുവിൻ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറയുന്ന വിളിയുണ്ട്.
എന്റെ നുകമേൽക്കുവിൻ, എന്നോട് പഠിപ്പിൻ എന്ന് പറയുന്ന വിളിയുണ്ട്. ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറയുന്നത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി യേശു വിളിക്കുന്നു. വരുവിൻ, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാം എന്ന് വിളി. വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം വിളിക്കുന്നു. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് വിളിക്കുന്ന വിളി. നമുക്ക് ഒന്നൊന്നായിട്ട് ചിന്തിക്കാൻ പ്രിയമുള്ളവരെ. ഒന്നാമത്തെ ചിന്ത മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം വായിക്കുക. 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ഇന്ന് അല്പം ആശ്വാസം കിട്ടണമെന്ന് ആഗ്രഹിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ? കുടുംബത്തിൽ സമാധാനമില്ലാത്തതുകൊണ്ടായിരിക്കും, ഭർത്താവിൻ്റെ മദ്യപാനം മൂലമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയുടെ ദുസ്വഭാവം മൂലമായിരിക്കാം. എന്നും പ്രശ്നങ്ങൾ, എന്നും ദുരിതങ്ങൾ, എന്നും ക്വസ്റ്റ്യൻസ്, ഐക്യമില്ല, ഭിന്നതയിൽ ജീവിക്കുന്നവരുണ്ടാകാം. പ്രിയമുള്ളവരെ, കർത്താവ് ക്ഷണിക്കുകയാണ്, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാമെന്ന്. ഇന്ന് ദൈവത്തെ പ്രസാദിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരുണ്ട്. ആരാണ് അധ്വാനിക്കുന്നവർ? ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. കിലോമീറ്ററുകളെല്ലാം താണ്ടി തീർത്ഥയാത്ര ചെയ്യുന്നവരും, മലകളെല്ലാം കയറി പാപം മോചിക്കാൻ വേണ്ടിയിട്ട്, പാപം ക്ഷമിച്ചിട്ടാൻ വേണ്ടി മലകളെല്ലാം കയറുന്നവരുണ്ട്. യഹൂദന്മാരുടെ കാലത്തിൽ കർത്താവ് അത് പറയുമ്പോൾ അവർക്ക് ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അതിന് പുറമെ ഒരുപാട് പ്രമാണങ്ങൾ ഉണ്ടായിരുന്നു. അവർ തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, യഹൂദന്മാർ തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുണ്ട്, നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ പറ്റാത്ത നുകം എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇവർ ഈ ന്യായപ്രമാണം എല്ലാം ആചരിക്കാൻ ശ്രമിക്കും, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി. ഇവർ യാഗം കഴിക്കും, പക്ഷെ ഇവർക്ക് സമാധാനം കിട്ടുന്നില്ല, ആശ്വാസം കിട്ടുന്നില്ല. ഇവരുടെ സ്വഭാവം മാറാതെ ഇവർ പല പ്രവൃത്തികളും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ദൈവം പ്രസാദിക്കുന്നത്? ജീവിതത്തിൽ പാപം വെച്ചുകൊണ്ട് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആത്മീയ കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനികളിലേക്ക് നോക്കൂ, ദേവാലയത്തിൽ പോകുന്നുണ്ട്, പല ആത്മീയ കാര്യങ്ങളിലും പ്രസ്ഥാനങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ ദൈവം പ്രസാദിക്കുന്നില്ല. എന്താണ് കാരണം? നമ്മുടെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല, നമ്മുടെ പ്രവൃത്തികളിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായ ഓരോ കാര്യങ്ങളും, ആത്മീയ കാര്യങ്ങൾ, ഒന്നിലും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ചെയ്തിട്ട് അവിടെ ചെന്നാലും ദൈവം പറയും, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ചിലർ പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തു, നിന്റെ നാമത്തിൽ ഒരുപാട് പണമെല്ലാം ചെലവഴിച്ച്, ഒരുപാട് അധ്വാനം ചെയ്ത്, അനേകരെ പള്ളിപ്പെരുന്നാളിലെല്ലാം ക്ഷണിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടു. കർത്താവ് പറയും, ഇല്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ ഇന്നലെ ചിന്തിച്ചതാണല്ലോ. ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. ജീവിതത്തിൽ പാപത്തിന്മേൽ ജയമില്ലാതെ നമ്മൾ എന്തെല്ലാം കാട്ടിക്കുട്ടിയാലും ഒരു പ്രയോജനമില്ല എന്ന് കർത്താവ് ക്ഷണിക്കുകയാണ്, എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. മാത്രമല്ല, എൻ്റെ നുകമേൽക്കുവിനെന്നാണ് അവിടെ കർത്താവ് പറയുന്നത്. ദൈവത്തിന് മുഖത്ത് എന്തിനാണ് യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരുന്നത്? യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ വചനത്തിന് മുമ്പിലേക്ക് വരിക, വിശ്വാസത്തോടെ വരിക, സമർപ്പിക്കാനായിട്ട് വരിക, മാനസാന്തരപ്പെടാൻ വരിക. ഇതുവരെ മാനസാന്തരപ്പെടാത്തവരാരെങ്കിലും ഉണ്ടോ? നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്കൊരു മാനസാന്തരം തരണമേ. ഇതുവരെയും വീണ്ടും ജനിക്കാത്തവരുണ്ടോ? പുതിയ സൃഷ്ടി, രണ്ടാമതൊരു സ്നാനം എടുക്കുന്ന കാര്യമല്ല പറയണത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു പ്രവൃത്തിയിലേക്കും പോകേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്ന അനുഭവം,
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നമ്മൾ പരിവർത്തനം ചെയ്ത് നമ്മുടെ പഴയ സ്വഭാവങ്ങളെല്ലാം മാറ്റിക്കളയും. അത് പുതുതായിരിക്കുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയാൻ തക്കവണ്ണം ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു, പഴയത് കഴിഞ്ഞുപോയി. ഈ മനുഷ്യന് ഇതെങ്ങനെ മാറ്റം വന്നു എന്ന് പലരും അത്ഭുതപ്പെടും. ഇതെന്തൊരു അത്ഭുതം! ഒരു കാലത്ത് മദ്യപാനിയായിരുന്നല്ലോ, ഒരു കാലത്ത് വഴക്കാളിയായിരുന്നല്ലോ, ഒരു കാലത്ത് ഭാര്യ തല്ലുന്നവനായിരുന്നല്ലോ, ഒരു കാലത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചവനായിരുന്നല്ലോ, ഒരു കാലത്ത് സമുദായത്തിനും സഭയ്ക്കോ അല്ലെങ്കിൽ ഇടവയ്ക്കോ ഒരു സമാധാനം കൊടുക്കാതെ, ഒരു ആശ്വാസം കൊടുക്കാതെ എല്ലാവർക്കും തലവേദനയായിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരിക്കും. ഒരു കാലത്ത് സമൂഹത്തിന്, ഒരു കാലത്ത് കുടുംബത്തിന് സമാധാനം കൊടുക്കാത്ത വ്യക്തിയായിരിക്കും. പക്ഷേ ഇന്ന് ആള് കയ്യിൽ വേദപുസ്തകവുമായിട്ട് കർത്താവിൻ്റെ വചനം കേൾക്കാൻ പോകുന്നു, സാക്ഷ്യം പറയുന്നു, സുവിശേഷ ഇല ചെയ്യുന്നു. അത് കാണുന്നവർ പോലും പറഞ്ഞു പോവും, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ഇതെല്ലാം പറയുന്നത് എൻ്റെ അനുഭവത്തോട് ചേർത്താണ് കേട്ടോ. എൻ്റെ അനുഭവത്തോട് ചേർത്താണ്. എൻ്റെ അപ്പച്ചൻ 8-9 മാസങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. അപ്പച്ചൻ കടന്നു പോകുന്നത് ഒരു സുവിശേഷ വേലക്കാരനായിട്ടാണ്. അനേക നാളുകൾ സുവിശേഷ വേല ചെയ്ത വ്യക്തിയായിരുന്നു എൻ്റെ അപ്പച്ചൻ. ഒരു സുവിശേഷകനായിട്ട് ഹാലേലൂയ ഹാലേലൂയ എന്ന് സ്തുതിച്ചുകൊണ്ടാണ് അപ്പച്ചൻ മരണത്തെ നേരിട്ടത്. അപ്പച്ചൻ്റെ വലത്തെ കൈ എൻ്റെ കയ്യിലും ഇടത്തെ കൈ എൻ്റെ പെങ്ങളുടെ കയ്യിലും എൻ്റെ അമ്മയുടെ മടിയിൽ തലയും വെച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കുന്ന സമയത്ത് അവ്യക്തമായിട്ട് 2-3 ദിവസമായിട്ട് സംസാരിച്ചിട്ടില്ല, അവ്യക്തമായിട്ട് ഹാലേലൂയ ഹാലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സ്തുതിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. എന്നാൽ 10-30 വർഷങ്ങളിലേക്ക് മുമ്പ് നോക്കിയാൽ ഈ വ്യക്തി ഇങ്ങനെയല്ല കടന്നു പോകേണ്ടിരുന്നത്. 10-16 ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു എൻ്റെ അപ്പച്ചൻ. 16ഓളം ക്രിമിനൽ കേസിലെ പ്രതിയായിരുന്നു. ഞങ്ങളുടെ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് MA ദേവസി എന്ന് കേട്ടാൽ എല്ലാവർക്കും ഭയമായിരുന്നു. കാരണം അന്നത്തെ ആഭ്യന്തരമന്ത്രിയുടെ വലങ്കൈയായിരുന്നു. രാഷ്ട്രീയമായിട്ട് പിടിപാടുള്ളതുകൊണ്ട് ആരെയും വകവയ്ക്കാത്തൊരു ജീവിതമായിരുന്നു. ഒരു ഗുണ്ടയായിരുന്നു. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ അടിയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ പലരെയും അടിച്ചു എന്ന് മാത്രമല്ല, പോലീസുകാരെ വരെ റോട്ടിലിട്ട് അടിച്ചിട്ടുണ്ട്. പിറ്റേ ദിവസം അവരുടെ തൊപ്പി ധരിക്കുമെന്നുള്ള പേടി കാരണം ഈ തല്ലുകൊണ്ട പോലീസുകാർ വന്ന് എൻ്റെ അപ്പനോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അപ്പൻ മദ്യത്തിന് അടിമയായിരുന്നു. അന്നത്തെ മഹാരാജാസ് കോളേജിലെല്ലാം പോയി ഇവർ കുറേ ഗുണ്ടകളെല്ലാം ചേർന്ന് അടിയുണ്ടാക്കുമായിരുന്നു, പിള്ളേരെ തല്ലിയിട്ടുണ്ട്. അങ്ങനെ ആരെയും വകവയ്ക്കാത്ത ഒരു പ്രകൃതം. എൻ്റെ അമ്മ അപ്പൻ്റെ മദ്യപാനം മൂലം, അപ്പൻ്റെ അടി മൂലം, സ്വൈര്യമില്ലാത്തത് മൂലം, സമാധാനമില്ലാത്തത് മൂലം ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാനൊരു ലജ്ജയുമില്ലാതെ പറയുകയാണോ? കുടുംബത്തിന് സമാധാനമില്ല. പുറമേ നോക്കിയാൽ വീടുണ്ട്, വരുമാനമുണ്ട്, ബിസിനസ്സുണ്ട്. പക്ഷേ എന്നും ബഹളമാണ്, ഒരു സ്വസ്ഥതയുമില്ല. നാട്ടുകാർക്ക് സമാധാനം കൊടുക്കാത്ത എൻ്റെ അപ്പച്ചൻ വീട്ടിലും സമാധാനം കൊടുത്തില്ല. അമ്മച്ചിയുടെ വീട്ടുകാരെ ചൊല്ലിയെല്ലാം ബഹളമുണ്ടാക്കും. പിന്നെ തെറിയാണ്, ബഹളമാണ്, അടിയാണ്. ഒരു ദിവസം എനിക്ക് അന്ന് 10 വയസ്സേ ഉള്ളൂ. എൻ്റെ പെങ്ങൾക്ക് അന്ന് 13 വയസ്സ് പ്രായമുണ്ടാകും. വീട്ടിൽ വഴക്ക് നടക്കുകയാണ്. ഞങ്ങൾക്ക് ഭയമാണ്. ഞങ്ങളെവിടെയെല്ലാം പോയി ഒളിക്കും. പക്ഷെ അന്ന് ഒരു സംഭവം നടന്നു. അമ്മയുടെ വീട്ടുകാരെ ചൊല്ലിയെല്ലാം ബഹളമുണ്ടാക്കി, പ്രശ്നമുണ്ടാക്കി. അമ്മ എന്തോ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കവളത്തെല്ലാം കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്തിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അത് കണ്ട് ഭയന്നുപോയി ഞങ്ങൾ മക്കൾ. എൻ്റെ പെങ്ങൾ ഇടയ്ക്ക് നിന്നിട്ട് ധൈര്യം സംഭരിച്ചുകൊണ്ട്, 13 വയസ്സേ ഉള്ളൂ, ധൈര്യം സംഭരിച്ചുകൊണ്ട് എൻ്റെ അപ്പൻ്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇനി എൻ്റെ അമ്മയെ തൊട്ടുപോകരുത് എന്ന്. അപ്പം കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? മദ്യത്തിന് ലഹരിയല്ലേ, കുഞ്ഞാണെന്ന് നോക്കാതെ 13 വയസ്സേ ഉള്ളൂ എന്ന് ചിന്തിക്കാതെ ആ ബലിഷ്ഠമായ കരങ്ങൾ കൊണ്ട് ആഞ്ഞൊരടി കർണത്തിന് കൊടുത്തു. എൻ്റെ പെങ്ങളുടെ പെടലി അങ്ങ് ഇടറിപ്പോയി, പെടലി തിരിഞ്ഞുപോയി. പെങ്ങൾ വാവിട്ട് നിലവിളിച്ചു. ആ സമയത്ത് അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെന്ന്. പിന്നാലെ എൻ്റെ പെങ്ങൾ അമ്മയെ അന്വേഷിച്ചുകൊണ്ട് തൃപ്പൂണിത്തുറയിലുള്ള ബസ് സ്റ്റാൻഡിലും തൃപ്പൂണിത്തുറയിലുള്ള ബസ് സ്റ്റോപ്പുകളിലെല്ലാം അന്വേഷിച്ച് നടക്കുകയാണ്. അമ്മ എങ്ങോട്ട് പോയി എന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട്. ഇത് നാട്ടുകാർ മുഴുവൻ കണ്ട കാഴ്ചയാണ് പറയുന്നത്. പുറമേ നല്ല പേരും പെരുമയും എല്ലാം ഉണ്ട്, പക്ഷേ കുടുംബത്തിൽ സമാധാനമില്ല.
രണ്ടാം വട്ടം എൻ്റെ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ച് 3 ദിവസം ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിച്ച് കിടന്നു. എൻ്റെ അപ്പച്ചൻ തിരിഞ്ഞു നോക്കിയില്ല, നാണെ ഓർത്തിട്ട്. പ്രിയമുള്ളവരെ, മരിക്കാനും സമ്മതിക്കാത്ത ദൈവം എന്ന് പറഞ്ഞ് ദൈവത്തെ പഴിച്ചുകൊണ്ട് എൻ്റെ അമ്മ വീട്ടിലേക്ക് വന്നു. മരിക്കാൻ ഈ ദൈവം സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാത്തതുകൊണ്ടല്ല, ഞങ്ങൾ കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ്. ഞങ്ങളുടെ രൂപക്കൂട്ടിൽ ക്രിസ്തുവിൻ്റെ പ്രതിമ മാത്രമല്ല, പല പുണ്യവാളന്മാരുടെയും ഉണ്ട്. അവിടെ മുട്ടുകുത്തി എന്ന് അമ്മ മണിക്കൂറുകൾ ഞങ്ങളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കും. എന്നാൽ എൻ്റെ അപ്പൻ ഈ ദൈവത്തിലൊന്നും വിശ്വാസമില്ല. അപ്പന് മറ്റേതൊരു ദൈവത്തിലാണ് വിശ്വാസം. അതുകൊണ്ടൊരു അകത്തെ മുറിയെല്ലാം കഥകളെല്ലാം അടച്ചിട്ട് മണിയെല്ലാം കിലുക്കി ഏതൊരു ദൈവത്തോട് പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ നശിച്ചു പോയൊരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. എന്നാൽ കർത്താവ് എങ്ങനെയാണ് അത്ഭുതം പ്രവർത്തിച്ചെന്നറിയാമോ? ഞങ്ങളുടെ വീടിനടുത്തൊരു കൊച്ചു സുവിശേഷ യോഗം വന്നു. ആ സുവിശേഷ യോഗം 5 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. 5-ാം ദിവസമായപ്പോൾ ആ യോഗത്തിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രം ആരും ചെല്ലുന്നില്ല. അവരന്വേഷിച്ചു. കാരണം ആ ദേശത്ത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ളൊരു യോഗമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാത്രം ആരും ചെല്ലാതെ വന്നപ്പോൾ അവരാൾ വന്ന് വിളിച്ചു. അപ്പച്ചൻ വകവെച്ചില്ല, ഓടിച്ചു. എന്നാൽ അമ്മ തന്നെ പറഞ്ഞു, ഞാൻ പല പള്ളികളിലും നേർച്ച കാഴ്ചകൾ നടത്തിയതാണ്. അപ്പൻ പോലും അറിയാതെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്നും പേഴ്സിൽ നിന്നെല്ലാം പൈസ എടുത്തുകൊണ്ട് പോയി കാണിക്കയായിട്ടിടും. ഏതെങ്കിലും ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. വല്ലാർപാടത്തൊരു പള്ളിയുണ്ട്, പിന്നെ ചിറ്റൂർ ഒരു ധ്യാനകേന്ദ്രമുണ്ട്. അവിടെയെല്ലാം പോയി നേർച്ച കാഴ്ചകളെല്ലാം നടത്തിയ വ്യക്തിയാണ്. പക്ഷെ ആശ്വാസം കിട്ടിയില്ല. ഈ യോഗത്തിന് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ യോഗത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നൊന്നും അമ്മ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. എന്നാൽ ആ യോഗത്തിലേക്ക് അമ്മയുടെ നിർബന്ധം മൂലം അപ്പൻ ചെന്നതാണ്. പ്രിയമുള്ളവരെ, യോഗമെല്ലാം കഴിഞ്ഞ് അന്നൊരു ലാംബി സ്കൂട്ടറാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. യോഗമെല്ലാം കഴിഞ്ഞ് ആ ലാംബി സ്കൂട്ടറിൽ ഇരിക്കുന്ന ഭാഗത്തേക്ക് എൻ്റെ അമ്മ വന്നു. പക്ഷെ അപ്പത്തിനെ കാണാനില്ല. ആരോടെങ്കിലും സംസാരിച്ച് നിൽക്കുമായിരിക്കും വിചാരിച്ചുകൊണ്ട് കുറേ നേരം നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ യോഗം നടന്ന സ്ഥലത്തിലേക്ക് തിരികെ ചെന്നു. എല്ലാവരും പിരിഞ്ഞുപോയി. പക്ഷെ കസാരകൾ അവിടെ കിടക്കുന്നുണ്ട്, ഒഴിഞ്ഞ കസാരകൾ കിടക്കുന്നുണ്ട്. ഏതൊരു കസാരയിൽ എൻ്റെ അപ്പനെ കണ്ടു. തോളത്ത് തട്ടിയപ്പോൾ 2 കണ്ണിൽ നിന്നും ധാരധാരയായിട്ട് കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അപ്പച്ചൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പച്ചൻ്റെ 15-ാമത്തെ വയസ്സിലാണ് അപ്പച്ചൻ്റെ അപ്പൻ മരിക്കുന്നത്, 16-ാമത്തെ വയസ്സിലാണ് അമ്മ മരിക്കുന്നതെന്ന്. ഒരു തുള്ളി കണ്ണുനീര് വീഴിക്കാത്തതായ ആ കൗമാരക്കാരൻ ഇന്നിതാ വചനം കേട്ടപ്പോൾ, ആ സുവിശേഷ യോഗത്തിലേക്ക് പോയപ്പോൾ 2 കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുന്നു എന്ന്. പ്രിയമുള്ളവരെ, യേശുവിൽ വിശ്വസിച്ചു എന്ന് ഞാൻ എങ്ങനെയാണ് തിരിച്ചറിഞ്ഞതെന്നറിയാമോ? എൻ്റെ അപ്പനെ യേശു ക്രിസ്തു തൊട്ടു എന്ന് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞതെന്നറിയാമോ? അപ്പൻ വീട്ടിൽ വന്ന് അമ്മയോട് മാപ്പി ചോദിക്കുന്നത് ഞാൻ കണ്ടു. അമ്മയുടെ കാല് പിടിച്ച് മാപ്പി ചോദിക്കുന്നത് കണ്ടു. ആരെയും വകവയ്ക്കാത്തൊരു മനുഷ്യനാണ്. എന്നാൽ അമ്മയുടെ കാല് പിടിക്കുന്നു, മദ്യക്കുപ്പി വലിച്ചെറിയുന്നു, അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. അപ്പൻ അനേകരെ തല്ലിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. തൃപ്പൂണിത്തുറയിലുള്ള ഓരോ വീടുകളിലും ചെന്ന്, ഓരോ കടകളിലും ചെന്ന്, ഓരോ കടകളിലും കയറി ഇറങ്ങി കൈകൂപ്പിക്കൊണ്ട് മാപ്പി ചോദിച്ചു. ആരാണ് പ്രിയമുള്ളവരെ ഈ മാനസാന്തരം കൊടുത്തത്? ഞാൻ പറഞ്ഞല്ലോ, അപ്പച്ചൻ മരിക്കുന്ന സമയത്ത് 10-20 വർഷം ശക്തമായ സുവിശേഷ വേല ചെയ്തു എന്ന്. അപ്പച്ചനോടൊപ്പം അഴുക്കായിട്ട് നടന്നവരും കൂട്ടുകാരും എല്ലാം നാട്ടുകാരും അപ്പച്ചൻ്റെ മാനസാന്തരം കണ്ടതാണ്. ആരാണ് പ്രവർത്തിച്ചത്? ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം തന്നൊരു യേശുവുണ്ട്. സത്യമായിട്ടൊരു ദൈവമുണ്ട് എന്ന് അപ്പൻ്റെ മാറ്റം കണ്ട് ഞാൻ വിശ്വസിച്ചു. എൻ്റെ 14-ാമത്തെ വയസ്സിലോ മറ്റുമാണ് അപ്പച്ചൻ മാനസാന്തരപ്പെടുന്നത്. പക്ഷേ ഞാൻ മദ്യപാനത്തിനോ മറ്റു ദുശീലങ്ങൾക്കോ ഒന്നും പോകാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. 19-ാമത്തെ വയസ്സിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പ്രിയമുള്ളവരെ, എൻ്റെ യൗവന ആരംഭത്തിൽ ഞാൻ ഈ കൂട്ടായ്മയിൽ വന്ന് ജീവൻ്റെ വചനം കേട്ടപ്പോൾ ആദ്യം ഒന്നും എനിക്ക് കൈക്കൊള്ളാനും തോന്നിയില്ല, സ്വീകരിക്കാനും തോന്നിയില്ല. 5-8 മാസങ്ങളോളം വചനം കേട്ടതിന് ശേഷമാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. യേശു എനിക്ക് വേണ്ടി മരിച്ചു. എൻ്റെ പാപം മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തി. ഞാൻ ചെയ്ത പാപങ്ങൾ എന്താണെന്ന് കുറച്ചൊക്കെ എൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാൻ പറ്റും. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ച പാപങ്ങൾ ആരും ഈ ലോകക്കാരും കണ്ടില്ല. എൻ്റെ അധ്യാപകരോ എൻ്റെ മാതാപിതാക്കന്മാരെ കണ്ടില്ല. എൻ്റെ ഹൃദയത്തിലെ മ്ലേച്ഛതകൾ, ആരും അറിയാതെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ വചനം കേട്ടപ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, മണിക്കൂറുകൾ ഞാൻ കരഞ്ഞു. എന്തിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തോ ഒരു ദൈവസ്നേഹം എന്നെ വന്ന് മൂടി. എൻ്റെ അപ്പനും അമ്മയും സമാധാനം അനുഭവിച്ച് ജീവിക്കാൻ തുടങ്ങി 5-6 വർഷമായിട്ട്. പക്ഷെ എൻ്റെ ഹൃദയത്തിലൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല. എന്നാൽ
യേശു എനിക്ക് വേണ്ടിയിട്ടാണ് തകർക്കപ്പെട്ടത് എന്ന് ഞാൻ വചനത്തിലൂടെ കേട്ടപ്പോൾ ഞാൻ കർത്താവ് കേൾക്കുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല കേട്ടോ, ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചോളാമെന്ന്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, 19ാമത്തെ വയസ്സിൽ ഞാൻ പറഞ്ഞതായ തീരുമാനം, ഞാൻ പറഞ്ഞതായ വാക്കുകൾ, അത് കേട്ടൊരു ദൈവമുണ്ട്. അവൻ എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങി. എനിക്ക് അവമാനസാന്തരം തന്നു. ഓരോ പ്രാവശ്യവും വചനത്തിലെ ആർത്തിയോടെ ചെറുപ്രായത്തിൽ ഞാൻ ചെന്നു. വചനം കേൾക്കുമ്പോൾ ഓരോരോ പാപങ്ങൾ ബോധ്യം കിട്ടും, അതെല്ലാം ഏറ്റുപറയും. യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അവർണ്ണനീയമായ സമാധാനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. സ്വസ്ഥത വന്നു. ഞാനും പോയി അപ്പനോട് പോയി മാപ്പി ചോദിച്ചു. കാരണം കോപിച്ചിട്ടുണ്ട്, അപ്പച്ചനെ പോക്കലിൽ നിന്ന് രൂപ മോഷ്ടിച്ച് ക്ലാസ് കെട്ടിയ സിനിമയ്ക്ക് പോയിട്ടുണ്ട്, അഴുക്കായിട്ട് നടന്നിട്ടുണ്ട്. അതെല്ലാം വചനം കേട്ടപ്പോൾ ബോധ്യം വന്നു. ഞാൻ പറഞ്ഞു വന്നത്, യേശുവിൻ്റെ കാൽപാദത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. നിങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാകണമോ? ഈ രക്ഷകനായ സമാധാന പ്രഭുവായ യേശുവിനെ കൈക്കൊള്ളുക. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്ന സമാധാനമല്ല. ഈ ലോകം തരുന്ന സമാധാനം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജോലിയുണ്ട്, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സമാധാനം പോവും. കുടുംബത്തിലൊരു അത്യാഹിതം വന്നാൽ സമാധാനം പോവും. അതാണ് ലോകം തരുന്ന സമാധാനം എന്ന് പറയുന്നത്. എന്നാൽ യേശു തരുന്ന സമാധാനം, അത് മാരകമായ രോഗങ്ങൾ വന്നാലും, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലെങ്കിലും, ജോലി നഷ്ടപ്പെട്ടു പോയാലും മാറിപ്പോകാത്ത സമാധാനമാണ്. ആ സമാധാനം ആർക്കാണ് വേണ്ടത്? ആ സന്തോഷം ആർക്കാണ് വേണ്ടത്? കർത്താവ് ക്ഷണിക്കുകയാണ്. ദൈവത്തിന് മാത്രം നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, സത്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങളെ വ്യക്തിപരമായിട്ട് യേശു സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുമായിരിക്കും, ഈ കോപപ്രകൃതമുള്ള എന്നെ ദൈവം സ്നേഹിക്കുമോ? ഈ മദ്യപാനമുള്ള എന്നെ ദൈവം സ്നേഹിക്കുമോ? ഈ വഴക്കാളിയായ എന്നെ ദൈവം സ്നേഹിക്കുമോ? ഈ ലോകത്ത് ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, അങ്ങനെയുള്ള എന്നെ കർത്താവ് സ്നേഹിക്കുമോ? വാസ്തവമായിട്ടും സഹോദരന്മാരെ ഞാൻ പറയട്ടെ, യേശുവിനെ സാക്ഷ്യത്തിൽ പറയട്ടെ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് അവൻ കുരിശിന്മേൽ കയറിയത്. നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് അവൻ രക്തം ചിന്തിയത്. യേശുവിൻ്റെ രക്തത്തിൻ്റെ വിലയാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന് മഹത്വം. നമ്മളെ നിത്യനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തു രക്തം ചിന്തിയതാണ്. വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ എന്നാണ് ചോദിക്കുന്നത്. താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? എന്നിട്ട് അവിടെ പറയുകയാണ്, അവർ മറന്നു കളഞ്ഞാലും, ബാക്കി അറിയാമോ? ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ പേര് അവന് അറിയാം. നീ ഏത് ഊരിൽ നിന്നുള്ള വ്യക്തിയാണെന്നറിയാം. നിന്റെ നാട് എവിടെയാണെന്നറിയാം. നീ ഏത് ഡേറ്റിൽ ജനിച്ചു എന്നറിയാം. നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അവനറിയാം. നീ ഇപ്പോൾ ഏത് അവസ്ഥയിലാണെന്നുള്ള കാര്യം അവനറിയാം. നീ ആരും പോലും ഇല്ലാതെ സങ്കടങ്ങളും പ്രയാസങ്ങളും വന്നപ്പോൾ മാറിയിരുന്ന് കരഞ്ഞത് അവനറിയാം. നദനയേലിനോട് പറഞ്ഞു, നദനയേൽ ചോദിച്ചു, നീ എവിടെ വെച്ച് എന്നെ അറിയും? നദനയേൽ നടന്നു വരുന്ന കണ്ടപ്പോൾ കർത്താവ് പറയാണ്, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല, കാപട്യമില്ലാത്ത, അഭിനയമില്ലാത്ത ഒരു ക്രിസ്തീയ ജീവൻ നയിക്കുന്ന വ്യക്തിയാണ് നീ. അഭിനയമില്ലാത്ത ജീവൻ നയിക്കുന്ന വ്യക്തിയാണ് നീ. മറ്റുള്ളവരെല്ലാം പലരും അഭിനയമാണ്. ദേവാലയത്തിൽ ചെല്ലുമ്പോൾ മാന്യനെ പോലെ നിൽക്കും, തലേദിവസം ഭാര്യയെ അടിച്ചിട്ടുണ്ടാകും. കൂട്ടായ്മയിൽ വരുമ്പോൾ മാന്യനായിരിക്കും, തലേദിവസം പാപം ചെയ്തിട്ടുണ്ടാകും. അഭിനയമാണ്. എന്നാൽ നദനയേൽ നോക്കി കർത്താവ് പറഞ്ഞു, ഇതാ അഭിനയമില്ലാത്ത ജീവൻ നയിക്കുന്ന ഒരു വ്യക്തി, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല, കാപട്യമില്ല. അപ്പോൾ നദനയേൽ ചോദിച്ചു, അവനറിയാമല്ലോ അവൻ്റെ ജീവിതം, നീ എവിടെ വെച്ച് എന്നെ അറിയും? നീ എങ്ങനെ എന്നെ അറിയും? അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഫിലിപ്പോസ് വിളിച്ചിട്ടാണ് നദനയേൽ യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. യേശുവിനെ കുറിച്ച് പറഞ്ഞു, പ്രവാചകന്മാരും മോശയും പറഞ്ഞ പ്രകാരം മശിഹ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് ഫിലിപ്പോസ് നദനയേലോട് പറഞ്ഞു. നദനയേൽ പറഞ്ഞു, നസ്രത്തിൽ നിന്നുള്ള യേശു, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നസ്രത്ത് മോശപട്ടണമാണ്, ഒരു വിലയില്ലാത്ത പട്ടണമാണ്. അവിടെ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു. ഫിലിപ്പോസ് പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിയാൻ പാടില്ല, നീ വന്ന് കാണുക എന്ന് പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസിന്റെ ക്ഷണം കേട്ട് വന്ന വ്യക്തിയാണ് നദനയേൽ. അങ്ങനെ വരുമ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇതാ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കപടമില്ല, നീ എവിടെ വെച്ചെന്നെ അറിയും? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ കണ്ടു എന്ന് പറഞ്ഞത്. മറ്റാരും കാണാൻ സാധ്യതയില്ലാതെ ദൈവവും നദനയേലും മാത്രം
ഇടപെട്ടതായ ഒരു രംഗമാണ്. അത് ദൈവം മാത്രം അറിഞ്ഞൊരു സംഭവമാണ്. അത്തിയുടെ കീഴിലിടുന്ന അവന്റെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം പകർന്നത്, അവന്റെ ഉള്ളിലെ വിചാരങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളെല്ലാം ദൈവത്തോട് ഷെയർ ചെയ്തത് എങ്ങനെ ഈ യേശു പറഞ്ഞു? ഞാനപ്പോൾ ഷെയർ ചെയ്തത് മുഴുവനും ഈ യേശുവിനോടാണല്ലോ. അപ്പോൾ നദനയിൽ പറയാണ്, നീ ദൈവപുത്രൻ, നീ സാക്ഷാൽ രാജാവ്, നീയാണ് ഇസ്രായേലിന്റെ രാജാവാണ്, നീയാണ് ദൈവപുത്രൻ എന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുകയാണോ? നീ ഇതിൽ വലിയത് കാണും. നദനയോട് പറഞ്ഞു, നീ ഇതിൽ വലിയത് കാണും. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഈ കൂട്ടായ്മ യോഗത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് തൃപ്തിപ്പെടരുത്. ഇതിൽ വലിയത് കാണിക്കാൻ കർത്താവിന് ആഗ്രഹമുണ്ട്. ദൈവത്തിന് മാത്രം നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്തത് നീ കാണും. ദൈവത്തിന് മാത്രം നീ ഒരിക്കലും വിശ്വസിക്കാത്തതും വിചാരിക്കാത്തതുമായ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കും. നിന്റെ ഭാര്യ, നിന്റെ ഭർത്താവ് ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല എന്നായിരിക്കും നീ ചിന്തിക്കുന്നത്. കർത്താവ് പറയുന്നു, നീ ഇതിൽ വലിയത് കാണും. സഹോദരിമാരെ സഹോദരന്മാരെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടുന്നില്ലേ? നിങ്ങൾ വചനം കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നു മാനസാന്തരപ്പെടണം. നിങ്ങൾ മനോഹരമായ ഒരു ജീവിതമുണ്ട്, ഒരു സമാധാനമുള്ള ജീവിതമുണ്ട്, ഒരു സന്തോഷമുള്ള ജീവിതമുണ്ട്, ഒരു നിത്യതയുണ്ട് എന്നെല്ലാം മനസ്സിലാക്കുന്നു. എന്നാൽ കർത്താവ് പറയുന്നു, ഇതിൽ വലിയത് നീ കാണും. ഞങ്ങള് കൂട്ടായ്മയിൽ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചില്ല ഇത്രമാത്രം അനുഗ്രഹമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് ഉണ്ടായെന്ന്. പ്രിയമുള്ളവരെ, ഞാനും എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഞങ്ങൾക്ക് ദൈവം ദാനമായിട്ട് തന്ന 5 കുഞ്ഞുങ്ങളും 9 പേരും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥനയിൽ പായിരുന്ന് ഒച്ചത്തിൽ സ്തുതിക്കാറുണ്ട്. എവിടെ നിന്നാണ് ഞങ്ങളെ കൊണ്ടുവന്നത്? മദ്യത്തിൻ്റെ അടിമകളായിട്ട്. അമ്മ പറയും, ഞാൻ തെമ്മാടിക്കുഴിയിൽ കിടക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ പള്ളിയിൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ഭാഗം ആത്മഹത്യ ചെയ്തവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ആത്മാവ് നിത്യനാശത്തിലേക്കാണല്ലോ പോകുന്നത്, അല്ലെങ്കിൽ കൊലപാതകികളായിട്ടുള്ളവരുടെ ശവങ്ങളെല്ലാം കുഴിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് തെമ്മാടിക്കുഴി എന്ന് പറയും. എൻ്റെ അമ്മ പറയാറുണ്ട്, ഞാൻ തെമ്മാടിക്കുഴി കിടക്കേണ്ടവളായിരുന്നു. ഞരമ്പ് മുറിച്ച് രക്തം വാർന്നു കിടന്ന് അന്ന് മരിച്ചില്ല. ഒരുപാട് ഗുളികകൾ വാരിക്കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 3 ദിവസം മരണത്തോട് മല്ലടിച്ചു, മരിച്ചില്ല. മരിക്കാനും സമ്മതിക്കാത്ത ദൈവം എന്ന് പറഞ്ഞ ദൈവത്തെ പഴിച്ച അമ്മ ഇന്ന് യേശുവിന്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട്, യേശുവിന്റെ വചനം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അമ്മ പറയും, തെമ്മാടി കുഴി കിടക്കേണ്ടതായിരുന്നു, എന്നാൽ എൻ്റെ കർത്താവ് എന്നെ കണ്ടു. അന്ന് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവിന് മാനസാന്തരം കാണുമായിരുന്നു, മകൻ സുവിശേഷം വേല ചെയ്യുന്നത് കാണുമായിരുന്നു, മകൾ മാനസാന്തരപ്പെടുന്നത് കാണുമായിരുന്നു, കുഞ്ഞുമക്കളെ കാണുമായിരുന്നു, ഒരുമിച്ച് ആരാധിക്കുന്ന മനോഹരമായ രംഗം കാണുമായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിങ്ങൾ കാണും. ഇന്ന് നിങ്ങളുടെ ഭാരവിഷയങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് നിങ്ങൾക്ക് രോഗവിഷയങ്ങളുണ്ടോ? നിങ്ങളുടെ പ്രശ്നം ഏതാണ് നിങ്ങളെ അലട്ടുന്നത്? അതിൽ നിന്നെല്ലാം കർത്താവ് നിങ്ങളെ വിടുവെച്ചു കൊണ്ടുവന്ന് നിങ്ങളെ യേശുവിൻ്റെ സാക്ഷികളാക്കുന്നത് നിങ്ങൾക്ക് കാണണമോ? ഇതുവരെ നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോടൊപ്പം ചേരുന്നില്ല എങ്കിൽ, ഒരു മനസ്സ് വരുന്നില്ല എങ്കിൽ, നിങ്ങൾ ഇപ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ, കർത്താവേ, എൻ്റെ ജീവിത പങ്കാളി ഞാൻ നിനക്ക് തരുന്നു. എൻ്റെ സമർപ്പണത്തിൽ നിന്നുകൊണ്ട് നീ പ്രവർത്തിക്കണമേ. ഞാൻ നിനക്കായിട്ട് ജീവിതം സമർപ്പിക്കാം. ഭാര്യയെ വിടണ്ട, ഭർത്താവിനെ വിടണ്ട, ജോലി രാജിവെക്കേണ്ട, നിങ്ങൾ ബിസിനസ് ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മക്കളെ വളർത്താം, നിങ്ങൾക്ക് എന്തുമാവാമല്ലോ. പാപമൊഴികെ നിങ്ങൾക്ക് എന്തുമാകാം. പക്ഷെ നിങ്ങൾ പറയണം, എൻ്റെ ജീവിതം ഞാൻ നിനക്ക് തരാം. എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ട്, എന്നിൽ ചവിട്ടി നിന്നുകൊണ്ട് എൻ്റെ ജീവിത പങ്കാളിക്ക് ഒരു മാനസാന്തരം കൊടുക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിൽ ചവിട്ടി നിന്നുകൊണ്ട് എൻ്റെ മക്കളെ സുവിശേഷ വേലക്കാരാക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിൽ വലിയതോ നീ കാണും. നദനയിൽ കണ്ടു കേട്ടോ, നദനയിൽ കണ്ടു അനേകരെ യേശുക്രിസ്തുവിനെ കാൽക്കിലേക്ക് വീഴുന്നത് കണ്ടു. നദനയിൽ കണ്ടു യേശുക്രിസ്തുവിനെ പീഡിപ്പിച്ച് കുരിശിൽ തറയ്ക്കുന്നത് കണ്ടു. നദനയിൽ കണ്ടു യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. നദനയിൽ കണ്ടു യേശുക്രിസ്തു ആണിപ്പാഴുത് കാണിച്ചുകൊണ്ട് നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടുക എന്ന് തോമസിനോട് പറയുന്നത്, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടി വിലാപ്പുറത്ത് ഇടുക എന്ന് പറയുന്നത് നദനയിൽ കണ്ടു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടു. നദനയിൽ കണ്ടു അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്, എഴുന്നേറ്റ് ഓടി നടന്ന് സുവിശേഷ വേല ചെയ്യുന്നത്, അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത്, അനേക പാപികൾ മാനസാന്തരപ്പെടുന്നത്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത്. പ്രിയമുള്ളവരെ, അനേക പാപികൾ മദ്യക്കുപ്പി വിട്ട് യേശുവിന്റെ പിന്നാലെ ഓടുന്നത് കണ്ടു. അനേകം മിഷണറിമാർ എഴുന്നേൽക്കുന്നത് കണ്ടു. വീട്ടുകാർക്കും നാട്ടുകാർക്കും ശാപമായി തീർന്ന അനേക യൗവനക്കാർ കയ്യിൽ വേദപുസ്തകവുമായിട്ട് യേശുവിനെ സുവിശേഷം നടക്കുന്നത് കണ്ടു. അവർക്ക് ഭരണാധികാരികളുടെ ഭയം ഉണ്ടായിരുന്നില്ല. അവർ മരിക്കാനായിട്ട് തല കാണിച്ചു കൊടുക്കും. പ്രിയമുള്ളവരെ, ഇന്നും ഉണ്ട് കേട്ടോ.
കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് വിശ്വാസമുള്ള സമർപ്പണമുള്ള ദൈവമക്കൾ യേശുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകും. അത് സ്നേഹത്തിന്റെ ബന്ധമാണ്. അത് കാൽവറി ക്രൂശിലെ സ്നേഹമാണ്. ഈ സ്നേഹം നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കും. നിങ്ങളും അനേക ആത്മാക്കളെ നേടുന്ന വ്യക്തികളായിട്ട് മാറും. നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിട്ട് മാറും. നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം മറ്റുള്ളവരിലേക്ക് പകരുന്നവരായിട്ട് നിങ്ങൾ മാറും. ഈ വചനം നിങ്ങൾ മാത്രമല്ല, ഇപ്പോൾ പല ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബിലൂടെ പലരും കാണുന്നുണ്ട്. അവരോടും കൂടിയാണ് ദൈവം സംസാരിക്കുന്നത്. ഇതിൽ വലിയത് കാണും സഹോദരന്മാരെ. നിങ്ങൾ തളരണ്ട, നിങ്ങൾ വാടിപ്പോകണ്ട, നിങ്ങൾ ആരും പിന്മാറ്റത്തിലേക്ക് പോകണ്ട. നിങ്ങൾ വിശ്വസിക്കൂ. യേശു നിങ്ങളെ വിളിക്കുകയാണ്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്തിനാണ് കർത്താവ് വിളിക്കുന്നത്? നിത്യജീവൻ തരാൻ വേണ്ടിയിട്ടാണ്. അതാണ് അടുത്ത വാക്യം പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 11-28 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും വായിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എൻ്റെ നുകമേൽക്കുവിൻ, എന്നോട് പഠിക്കുവിൻ. എന്താണ് അതിനർത്ഥം? നിങ്ങൾ ഇത്രയും കാലം പാപത്തിന്റെ നുകം വഹിച്ചവരായിരുന്നു, അടിമ നുകത്തിലായിരുന്നു. പിശാച് നിങ്ങളുടെ മുകളിൽ ഒരു നുകം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കലപ്പയോ വണ്ടിയോ വലിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മൃഗങ്ങളെ ചേർത്ത് ബന്ധിപ്പിക്കുന്നതായ മരത്തിന്റെ ചട്ടത്തെയാണ്, അല്ലെങ്കിൽ പല കഷ്ണത്തെയാണ് ഈ നുകം എന്ന് പറയുന്നത്. പലരും നുകത്തിൻ കീഴിലാണ്. യേശുവിൻ്റെ അല്ല, പിശാചിന്റെ. വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6-19 വാക്യം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 6-19 വാക്യം. നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. ദൈവത്തിന് മഹത്വം. ഒന്നുകൂടെ വാക്യം വായിക്കാം. നിങ്ങൾ മനുഷ്യരീതിയിൽ നിങ്ങളോട് പറയുന്നു, ഞാൻ മനുഷ്യരീതിയിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മനുഷ്യരീതിയിൽ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ. ഒരു കാലത്ത് നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അധർമ്മത്തിനുമായിട്ട് അടിമകളായിട്ട് സമർപ്പിച്ചു. നോക്കൂ, നിങ്ങളുടെ അവയവങ്ങൾ എന്തിനെല്ലാം വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു, ഏതെല്ലാം പാപത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തു. പ്രിയമുള്ളവരെ, ന്യായവിസ്താര സഭയുടെ മുമ്പാകെ സകല ഭാഷക്കാരും സകല ഗോത്രക്കാരും സകല വംശക്കാരും സകല ജാതിക്കാരും കൂടുന്ന സദസ്സിൽ നിന്റെ പാപം വിളിച്ചു പറയുന്നതിന് മുമ്പ് ഇപ്പോൾ നീ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നിനക്ക് രക്ഷ കിട്ടും. അവിടെ വിളിച്ചു പറയുകയില്ല, നിനക്ക് പാപമോചനം കിട്ടും. യേശുവിന്റെ രക്തം നിന്റെ സകല പാപം മോചിച്ചു തരും. അതുകൊണ്ട് നീ ഇപ്പോൾ ചിന്തിക്കുക, സ്വയം ഹൃദയത്തിലേക്ക് നോക്കി പരിശോധിക്കുക, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? എൻ്റെ അവയവങ്ങൾ ഞാൻ എന്തിനെല്ലാം വിട്ടുകൊടുത്തു? കണ്ണ് അരുതാത്തത് കണ്ടവരാരെങ്കിലും ഉണ്ടോ? മ്ലേച്ഛ ചിത്രങ്ങൾ കണ്ട് രസിച്ചവരുണ്ടോ? കണ്ണ് നിനക്ക് ഇടർച്ചു വരുത്തുന്നെങ്കിൽ അത് ചൂന്നെടുത്ത് എറിഞ്ഞു കളയുക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നഷ്ടപ്പെടുന്നത് നിനക്ക് നല്ലത് എന്നാണ് യേശു പറഞ്ഞത്. കാരണം കണ്ണ് മുഖാന്തരം അനേകർ നരകത്തിലേക്ക് പോകും. നിന്റെ നാവ് നിനക്ക് ഇടർച്ച ഉണ്ടാക്കിയോ? നിന്റെ നാവ് അരുതാത്തത് പറഞ്ഞോ? മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറഞ്ഞോ? ഇല്ലാത്ത നുണക്കഥകളെല്ലാം പറഞ്ഞുണ്ടാക്കിയോ? പരിശോധിക്കുക പ്രിയമുള്ളവരെ, എവിടെയാണ് തെറ്റുപറ്റിയത്? നിങ്ങളുടെ കൈകൾ എന്തെല്ലാം പ്രവർത്തിച്ചു? അന്യായമായി കൈക്കൂലി വാങ്ങിയവരുണ്ടോ? അന്യായമായി സമ്പാദിച്ചവരുണ്ടോ? ഈ കൈ കൊണ്ട് അരുതാത്ത പ്രവൃത്തി ചെയ്തവരുണ്ടോ? നിങ്ങളുടെ കാലുകൾ എങ്ങോട്ടെല്ലാം നടന്നു? ഒരു ദൈവത്തിൽ നടക്കേണ്ട വഴിയിലാണോ നടന്നത്? ഒരു വിശ്വാസം നടക്കേണ്ട വഴിയിലാണോ നടന്നത്? പ്രിയമുള്ളവരെ, പാപികളുടെ വഴിയിലാണോ നിങ്ങൾ നടന്നത്? പരിശോധിച്ചു നോക്ക് പ്രിയമുള്ളവരെ. നിങ്ങളുടെ അവയവങ്ങൾ അധർമ്മത്തിനും അശുദ്ധിക്കുമായിട്ട് അടിമകളായിട്ട് സമർപ്പിച്ചതുപോലെ എന്ത് ചെയ്യണം? ഇപ്പോൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. അധർമ്മത്തിന് അടിമകളായിട്ട് സമർപ്പിച്ചവർ ഇപ്പോൾ വിശുദ്ധിക്കായിട്ട് നീതിക്ക് അടിമകളായിട്ട് സമർപ്പിപ്പിൻ എന്ന്. നിങ്ങളുടെ അവയവങ്ങളെ ക്രിസ്തുവിന് മുമ്പാകെ വെക്കുവാൻ, സമർപ്പിക്കുവാൻ ഇല്ല. ഈ അവയവം ഞാൻ ഈ അരുതാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയില്ല. കർത്താവെ, ഈ അടിമ നുകം, പിശാചിന്റെ നുകം, പാപത്തിന്റെ നുകം എൻ്റെ തോളിൽ നിന്ന് മാറ്റി കർത്താവിന്റെ നുകം എൻ്റെ തോളിലേക്ക് വെക്കുക. കർത്താവ് പറയണേ, എൻ്റെ നുകമേൽക്കുവിൻ. എന്താണ് യേശുവിന്റെ നുകം? അത് വചനമാണ്. വചനം പ്രമാണിക്കുക എന്നുള്ളതാണ്. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രിയമുള്ളവരെ, യേശുവിനോടുള്ള സ്നേഹത്താൽ യേശുവിന്റെ വചനം നമ്മൾ അനുസരിച്ച് പോകുകയാണ്. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ല. യേശുവിനോടുള്ള സ്നേഹം മൂലം, യേശുവിനോടുള്ള വിശ്വാസം മൂലം ഈ നുകം മൃദുവാകും, ചുമട് ലഘുവാകും. യേശുവിന്റെ വചനം അനുസരിക്കണം.
യേശുവിൻ്റെ വചനം പ്രമാണിക്കാതെ ആർക്കും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ല. കർത്താവ് പറയുകയാണ്, എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ. എന്താണ് പഠിക്കേണ്ടത്? എന്താണ് പഠിക്കേണ്ടത് പ്രിയമുള്ളവരെ? യേശുവിൻ്റെ സ്വഭാവം. അല്ലയോ ക്രിസ്ത്യാനി, നീ ക്രിസ്തുവിൻ്റെ അനുയായിയാണ് എങ്കിൽ ക്രിസ്തു പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ മാത്രമേ നീ സഞ്ചരിക്കാൻ പാടുള്ളൂ. യേശു പറഞ്ഞു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. സഹോദരന്മാരെ, നിങ്ങൾക്ക് ആർക്കും ശത്രുക്കൾ ഉണ്ടാവാൻ പാടില്ല. ശത്രുക്കളെ സ്നേഹിക്കണമെന്ന്. ആരോടെങ്കിലും പക വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഉണ്ടോ? ഉള്ളിൽ വിദ്വേഷമോ കയ്പോ ആയിട്ടിരിക്കുന്നവരുണ്ടോ? സ്വന്തം കുടുംബത്തിലായിരിക്കാം, ചിലപ്പോൾ അമ്മായിയമ്മയോടായിരിക്കാം, മരുമകളോടായിരിക്കാം, അപ്പനോടായിരിക്കും. ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് സുവിശേഷം പറഞ്ഞു, വിദേശ രാജ്യത്താണ്. അവിടെ ചെന്ന് സുവിശേഷം പറഞ്ഞു എന്നിട്ട് പറഞ്ഞു, സക്കായി എല്ലാ തെറ്റുകളും തിരുത്തി, കൊടുത്തു തീർക്കാനുള്ള കൊടുത്തു തീർത്തു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്തണം. അപ്പനോട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ക്ഷമ ചോദിക്കണം, മകനോട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ക്ഷമ ചോദിക്കണം എന്ന് പറഞ്ഞു. ആ യോഗം കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴോ മറ്റോ ഒരു ദൈവത്തിൽ പറഞ്ഞു, അപ്പനുമായിട്ട് വലിയ വൈരാഗ്യത്തിലിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പനുമായിട്ട് മിണ്ടിയിട്ടില്ല ആ യുവാവ്, കാലങ്ങളായിട്ട് മിണ്ടിയിട്ടില്ല. അവൻ അന്ന് ആ വചനത്തിന് വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അപ്പൻ മരിച്ചത് എന്ന്. ഞാൻ ചോദിച്ചു, അന്ന് ആ വചനം കേട്ടിട്ട് അദ്ദേഹം തിരുത്തിയോ? ആ വചനം കേട്ടതിന് പിറ്റേ ദിവസം അപ്പൻ മരിച്ചുപോയി. വചനത്തിലൂടെ ദൈവം പറഞ്ഞിരുന്നു അപ്പനോട് തിരുത്തുവാൻ. ആ ദൈവത്തിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനൊരു സംഭവം നടന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഇനി ആ വ്യക്തിക്ക് തിരുത്താൻ പറ്റുമോ? അപ്പൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. അപ്പൻ ചെയ്ത തെറ്റായിരിക്കാം, മകൻ ചെയ്ത തെറ്റായിരിക്കാം, ആര് ചെയ്തതായിക്കൊള്ളട്ടെ. നിരപ്പാകാൻ പറഞ്ഞപ്പോൾ ദൈവം വചനത്തിലൂടെ കേട്ടതാണ്. പക്ഷെ ആ വ്യക്തി നിരപ്പായില്ല. അപ്പൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇനി ക്ഷമ വയ്ക്കാൻ പറ്റുമോ? ഇനി നിരപ്പാകാൻ പറ്റുമോ? എത്ര കാലമുണ്ട് സഹോദരിമാരെ, നമുക്കറിയാൻ പാടില്ല. നമ്മുടെ മരണമോ യേശുവിൻ്റെ രണ്ടാമത്തെ വരവോ ഏത് സമയത്തും സംഭവിക്കാം. പ്രിയമുള്ളവർ, ആരോടെങ്കിലും നിരപ്പാകാനുണ്ടോ? സഹോദര, നീ ക്ഷമ ചോദിച്ചാൽ നീ കുറഞ്ഞു പോകുകയല്ല, നീ ദൈവത്തിൻ്റെ മുമ്പാകെ നീ അംഗീകരിക്കപ്പെടുകയാണ്. മാലാഖമാരുടെ മുമ്പാകെ നീ അംഗീകരിക്കപ്പെടുകയാണ്. നീ ആരുടെ മുമ്പിലെങ്ങാൻ ചെന്ന് ക്ഷമ ചോദിച്ചെന്ന് ചോദിച്ചാൽ നിനക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല. പിശാച് സമ്മതിക്കുകയില്ല, ക്ഷമ ചോദിക്കാൻ പിശാച് സമ്മതിക്കുകയില്ല. പക്ഷെ നീ ചോദിക്കൂ, നിനക്ക് ഹൃദയത്തിൽ വലിയൊരു സമാധാനം കിട്ടും. ആരോടെങ്കിലും നിരപ്പാകാനുണ്ടോ? എന്തിനെല്ലാം വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുത്തു? യേശു പറഞ്ഞു, ശത്രുക്കളെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അത് കാണിച്ചു തന്നില്ലേ? കുരിശിലേക്ക് നോക്കൂ. തന്നെ മൃഗീയമായിട്ട് തല്ലി ചതച്ച് പീഡിപ്പിച്ച് ഉപദ്രവിച്ച് തന്നെ നിന്ദിച്ചതായ, തന്നെ ദുഷിച്ചതായ, തന്നെ ശപിച്ചതായ, നീ ദൈവത്തിറങ്ങിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പരിഹസിച്ചതായ വ്യക്തികൾക്ക് വേണ്ടി കർത്താവ് എന്താണ് ചെയ്തത്? പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. അത് കേട്ടിട്ടാണ് ഒരു ദുഷ്പ്രവർത്തിക്കാരൻ കുരിശുമേൽ കിടന്ന് മാനസാന്തരപ്പെട്ടത്. ഇതാർക്ക് കഴിയും? ദൈവത്തിന് മഹത്വം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഉപദ്രവിച്ചവരുടെ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എങ്കിൽ ഇപ്പോൾ തന്നെ അവരോട് ക്ഷമിക്കുക, അവരോട് ചെന്ന് നിരപ്പാകുക. നിങ്ങളോട് ആർക്കെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? നിങ്ങളോട് ഇഷ്ടക്കുറവുണ്ടോ? അങ്ങനെയാണ് വചനം പറയുന്നത്. ആരെങ്കിലും വഴിപാട് അർപ്പിക്കുമ്പോൾ സഹോദരൻ നിന്നോട് വല്ലതുമുണ്ടെങ്കിൽ അവിടെ വെച്ച് ഓർമ്മ വന്നാൽ വഴിപാടിൻ്റെ യാഗപീഠത്തിൽ വെച്ചിട്ട് ഒന്നാമത് എന്ന് സഹോദരനോട് നിരപ്പാകണമെന്ന്. തയ്യാറാണോ? യേശു പറഞ്ഞു, എന്നോട് പഠിപ്പിൻ, എൻ്റെ സ്നേഹം പഠിപ്പിൻ. കർത്താവ് സ്നേഹിച്ചു, സ്നേഹം കാണിച്ചു തന്നു, സ്വന്തം ജീവിതം നമുക്കായിട്ട് തന്നു. നമ്മളും പരസ്പരം സ്നേഹിക്കണം. സഹോദരന്മാരെ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ കൈകോർത്ത് പിടിച്ച് ദൈവത്തെ സ്തുതിക്കണവരാണോ? അത് കണ്ട് മക്കൾ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പല മക്കളും മോശമായിട്ട് ജീവിക്കാൻ കാരണം, അഴുക്കിലേക്ക് പോകാൻ കാരണം, അന്യായത്തിലേക്ക് പോകാൻ കാരണം, അനീതിയിലേക്ക് പോകാൻ കാരണം അപ്പൻ്റെ അമ്മയുടെ ഐക്യമില്ലായ്മയാണ്. മക്കൾ നശിക്കാൻ കാരണം അപ്പനും അമ്മയാണ്. പ്രിയമുള്ളവരെ, എത്ര പേര് മാതാപിതാക്കന്മാരെ മക്കളുടെ മുമ്പാകെ മാതൃകാ ജീവിതം നയിക്കുന്നുണ്ട്? നിങ്ങൾ മക്കൾക്ക് മാതൃകയാണോ? എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 21 വർഷമായി. ഞാനും എൻ്റെ ഭാര്യയും ഇന്ന് വരെ വഴക്കിടുന്നത് എൻ്റെ കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല. അവർ കണ്ടിട്ടുണ്ട് ഞങ്ങൾ കൈ ഓർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും സന്തോഷവേളയിലും ഞങ്ങൾ കൈ ഓർത്ത് പിടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവർ കണ്ടിട്ടുണ്ട്. എന്നാൽ ഞാനും എൻ്റെ ഭാര്യയും വഴക്കിടുന്നത് കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ല. പ്രിയമുള്ളവരെ, എന്നാൽ എൻ്റെ കുടുംബം എങ്ങനെയുള്ള കുടുംബമായിരുന്നു? എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അടിയും ബഹളവും കണ്ടാണ് ഞാനും എൻ്റെ പെങ്ങളും വളർന്നത്. എന്നാൽ മക്കളുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ വഴക്കില്ലാത്ത കുടുംബമായിട്ട് മാറി, സമാധാനമുള്ള കുടുംബമായിട്ട് മാറി. വേണമോ നിങ്ങൾക്ക് സമാധാനം? വേണമോ നിങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാകണമെന്നുള്ള ആഗ്രഹം ആർക്കാണോ ഉള്ളത്?
നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വേണമോ? പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് വീണ്ടും പറയുകയാണ്. നിങ്ങൾ ഒരു മലയും കയറണ്ട, നിങ്ങൾ ഒരു തീർത്ഥയാത്രയും നടത്തണ്ട, നിങ്ങൾ മുതിർന്നൊരു സ്നാനം എടുക്കണ്ട, നിങ്ങൾ പണം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞാൽ മതി, കർത്താവേ, ഈ യൗവനക്കാരൻ പറയുന്ന ആ സമാധാനം എനിക്ക് വേണം. ഇവർ പറയുന്നത് സത്യമാണെങ്കിൽ ആ സമാധാനമുള്ള ജീവിതം എനിക്ക് വേണം. ഞാൻ ജോലി ചെയ്യുമ്പോൾ, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത്, ഏത് മേഖലയിലാണെങ്കിലും എൻ്റെ കുടുംബജീവിതം നയിക്കുന്ന സമയത്ത് ഈ സമാധാനവും സന്തോഷവും എനിക്ക് അനുഭവിക്കണം. ആരും എടുത്തു കളയാൻ പറ്റാത്തതായ സമാധാനവും സന്തോഷം കൊണ്ട് ഉള്ളം നിറയ്ക്കും കർത്താവ്. നിങ്ങളെ അവൻ ഐശ്വര്യത്തോടെ അവൻ നിങ്ങളെ അനുഗ്രഹിക്കും. എന്നോട് പഠിപ്പിൻ, എൻ്റെ സ്വഭാവം പഠിപ്പിൻ, എൻ്റെ വിശുദ്ധി കാണുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല എന്ന് കർത്താവ് പറഞ്ഞു. കാരണം എന്താ? ഒരു പാപം പോലും ചെയ്യാനുണ്ടായിരുന്നില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, പിശാച് വരുന്നു. കർത്താവ് പറയാണ്, അവൻ എന്നോട് ഒരു കാര്യവുമില്ല, അവൻ അവകാശമുള്ളതൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന്. അങ്ങനെ പറയാൻ പ്രാഗൽഭ്യമുള്ള എത്ര പേരുണ്ട്? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഏതാനും ചില മിനിറ്റുകൾ കൊണ്ട് ഈ യോഗം അവസാനിക്കുമല്ലോ. നമ്മൾ ഇനി എന്നാണ് കാണുന്നത് എനിക്കറിയാൻ പാടില്ല. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ തീരുമാനമെടുക്കണം. കർത്താവേ, എൻ്റെ യേശുവിനെ എനിക്ക് സ്വന്തമാക്കണം. ഞാൻ എൻ്റെ ജീവിതം നിനക്കായിട്ട് തരാം. ഇപ്പോൾ നീ എൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചു തരണമെന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 1-18 വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചന പുസ്തകം 1-18 വാക്യം. അവിടെ ദൈവം നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് നമുക്ക് നോക്കാം. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. ആരാ വിളിക്കുന്നത്? നിത്യനായ ദൈവം. ദൈവത്തോട് ഏതെങ്കിലും മനുഷ്യന് വാദിച്ച് ജയിക്കാൻ പറ്റുമോ? ഏതെങ്കിലും പ്രവാചകന്മാർക്ക്, ഏതെങ്കിലും നീതിമാന്മാർക്ക്, ഏതെങ്കിലും വിശുദ്ധന്മാർക്ക് വാദിച്ച് ജയിക്കാൻ പറ്റുമോ? ദൈവം പറയണം, വരുവിൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന്. നോക്കണേ, ഇനി ശ്രദ്ധയോടെ ഇരിക്കുക എല്ലാവരും. എന്തിനാണ് അവൻ വരുവിൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്? നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഞാൻ ഹിമം പോലെ വെളുപ്പിച്ചു തരാമെന്ന്. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആക്കിത്തരാം, നിർമ്മലമാക്കി തരാം നിങ്ങളെ എന്ന്. ഒരു പാപം പോലും ചെയ്യാത്ത വ്യക്തിയായിട്ട് നിങ്ങളെ ആക്കിത്തരാമെന്ന്. ഇതുവരെ ഏതെല്ലാം ഹീനപാപമായ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, പുറത്ത് പറയാൻ അറയ്ക്കുന്നതായി ലജ്ജിക്കുന്നതായ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും, ഹൃദയത്തിലുള്ള മ്ലേച്ഛതകളും മ്ലേച്ഛ ചിന്തകളെല്ലാം ഭർത്താവോ ഭാര്യ അറിഞ്ഞാൽ നമ്മളെ കല്ലെറിയില്ലേ? പ്രിയമുള്ളവരെ, മക്കളറിഞ്ഞാൽ നമ്മൾ ഇത്രയും ഹീനമായ മാതാപിതാക്കന്മാരാണോ എന്ന് അവർ കുറ്റപ്പെടുത്തുകയില്ലേ? അങ്ങനെയുള്ള പാപം ചെയ്തവരല്ലേ നമ്മൾ ഓരോരുത്തരും. ഭർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ ഞാൻ വെളുപ്പിച്ചു തരാം, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആക്കിത്തരാം. എങ്ങനെയാണെന്ന് ചോദിക്കൂ. ദൈവത്തോട് ചോദിക്കുക എങ്ങനെയാണ് എന്ന്. യഹോവയായ ദൈവം കുരിശിലേക്ക് വിരൽ ചൂണ്ടും. ഇതാ അവിടെ ഒരു അറക്കപ്പെട്ട കുഞ്ഞുങ്ങട് കിടക്കുന്നുണ്ട്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നതായ ദൈവം പറയുകയാണ്, ദൈവപുത്രനെ കാണൂ, കുരിശുമേലേക്ക് നോക്കൂ. തകർക്കപ്പെട്ട് കിടക്കുന്ന അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല. പക്ഷേ അവന്റെ തലമേൽ വന്നിരിക്കുന്നതെല്ലാം ചുമത്തപ്പെട്ട പാപങ്ങളാണ്. എന്റെയും നിങ്ങളുടെയും കടും ചുവപ്പായിരുന്ന പാപങ്ങൾ, രക്താംബരം പോലെ ചുവപ്പായിരുന്ന പാപങ്ങൾ പഞ്ഞി പോലെ ആക്കി തരാൻ വേണ്ടിയിട്ട് യേശുവിന്റെ മേൽ ചുമത്തിയതാണ്. യേശു ഒരു പാപവും ചെയ്തിട്ടില്ല പ്രിയമുള്ളവരെ. യേശുവിന്റെ മേൽ ചുമത്തപ്പെട്ട പാപങ്ങളാണ്. എന്റെയും നിങ്ങളുടെയും ഹീനപാപമായ പാപങ്ങൾ മുഴുവനും അവന്റെ മേൽ ചുമത്തി. എന്നിട്ട് ദൈവം പറയുകയാണ്, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. ആർക്കാണ് പാപമോചനം വേണ്ടത്? ആർക്കാണ് സമാധാനം വേണ്ടത്? ആർക്കാണ് ക്രൂശിലെ സ്നേഹം അനുഭവിക്കേണ്ടത്? ആർക്കാണ് കുടുംബം ഒരു കൊച്ചു സ്വർഗമാവേണ്ടത്? ദൈവത്തിന് മഹത്വം. കർത്താവ് പറയുന്നൊരു മനോഹരമായ വാക്യമുണ്ട്, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടരുത്, രാജ്യം പിതാവായ ദൈവം രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കണമെങ്കിൽ എന്ത് വേണം? കുരിശിൻ ചോട്ടിലേക്ക് വരണം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ ഉണക്കാം.
ഒരു നിമിഷം നമുക്ക് സമർപ്പണത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഒരു നിമിഷം നമ്മുടെ പാപങ്ങളെ ഓർത്ത് കരയാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കാം. ഈ സമയം മുഴുവനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതിനെ ഓർത്ത് നമുക്ക് പരിശുദ്ധാത്മാവിനോടുള്ള നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, എൻ്റെ പാപങ്ങൾ കടും ചുവപ്പാണ്. കർത്താവേ, എൻ്റെ പാപങ്ങൾ രക്താംബരം പോലെ ചുവപ്പാണ്. എൻ്റെ അകൃത്യങ്ങളും ഞാൻ ചെയ്തു കൂട്ടിയതായ മ്ലേച്ഛതകളും മുഴുവനും ഒരു തെറ്റും ചെയ്യാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശുവിൻ്റെ മേൽ ചുമത്തിയല്ലോ കർത്താവേ. അവൻ അടികൊണ്ടതും അവൻ നിന്നയേറ്റതും അവൻ പീഡയേറ്റതും അവൻ തുപ്പലേറ്റതും അവൻ ദുഷിക്കപ്പെട്ടതും എല്ലാം ഞങ്ങൾ ഓർക്കുന്നു. രണ്ട് ദുഷ്പ്രവർത്തിക്കാരുടെ മധ്യത്തിൽ ഒരു ദുഷ്പ്രവർത്തിക്കാരനെ പോലെ പെടഞ്ഞ യേശുവിനെ ഞങ്ങൾ കാണുന്നു കർത്താവേ. ഞങ്ങളുടെ പാപങ്ങൾ മൂലം, ഞങ്ങളുടെ ശാപം മൂലം, ഞങ്ങളുടെ ബന്ധനങ്ങൾ മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തിയോർത്ത് ഞങ്ങളിപ്പോൾ കരയുകയാണ് കർത്താവേ. അനുതാപത്തോടെ ഞങ്ങൾ നിൻ്റെ കുരിശിൻ ചോട്ടിലേക്ക് വരികയാണ്. എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പുറത്തു പറയാൻ ലജ്ജിക്കുന്നതായ അനേക സംസാരങ്ങളും പ്രവൃത്തികളും ചിന്തകളും പെരുമാറ്റങ്ങളും പ്രവൃത്തികളെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായി കർത്താവേ. ഇപ്പോൾ അതെല്ലാം ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഇപ്പോൾ പാപികളായി ഞങ്ങൾ വരികയാണ് കർത്താവേ. ഞങ്ങൾക്കൊരു മാനസാന്തരം വേണം, ഞങ്ങൾക്കൊരു വീണ്ടും ജന്മം വേണം, ഞങ്ങൾക്കൊരു പുതിയ സൃഷ്ടിയാകണം. പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയാൻ തക്കവണ്ണം ഇപ്പോൾ സകല പാപവും മോഹിച്ചിരുന്നതായ യേശുവേ, നിന്റെ വിലയേറിയ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ആ തിരക്തം കൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരുടെ തലമേൽ നിന്റെ തിരക്തം വന്ന് വീഴണമേ കർത്താവേ. ഇപ്പോൾ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, അങ്ങ് മഹാപരിശുദ്ധനാണ്, നിന്റെ വിലയേറിയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ അന്ധകാരം നീക്കണമേ, എൻ്റെ ബാധകളെല്ലാം ഒഴിഞ്ഞു പോകട്ടെ, എൻ്റെ ശാപങ്ങളെല്ലാം നീങ്ങിപ്പോകട്ടെ. ഇനി മനസ്സറിഞ്ഞുകൊണ്ടൊരു പാപത്തിലേക്ക് ഞാൻ പോകിയില്ല കർത്താവേ. എനിക്ക് വേണ്ടി കുരിശിൽ യാഗമായി തീർന്ന കർത്താവേ, ഇന്നു മുതൽ നിനക്കായിട്ട് ജീവിച്ചോളാം. ആരെല്ലാം സമർപ്പണം പറയുന്നുണ്ട്, ഇപ്പോൾ സ്വർഗം കാണുന്ന സമയമാണ്. സ്വർഗത്തിലെ മാലാഖമാരെല്ലാം കുനിഞ്ഞു നോക്കുന്ന സമയമാണ്. ദൈവത്തിന്റെ മാലാഖമാർ ഇറങ്ങി വന്നിരിക്കുന്ന സമയമാണ്. ജീവന്റെ പുസ്തകങ്ങൾ തുറക്കുകയാണ്. ആർക്കാണ് യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ വേണ്ടത്? ആർക്കാണ് പാപമോചനം വേണ്ടത്? ഇപ്പോൾ നിങ്ങൾ പറയൂ കർത്താവേ, എൻ്റെ പാപങ്ങൾ മോചിച്ചു തരണമേ. അറക്കപ്പെട്ട കുഞ്ഞാടേ, നിന്റെ വലിയ രക്തം കൊണ്ട് എന്നെ കഴുകണമേ, എൻ്റെ അന്ധകാരം നീക്കണമേ, എൻ്റെ ശാപങ്ങൾ നീക്കണമേ, എൻ്റെ രോഗങ്ങൾ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ മാറാ രോഗങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ സകല ശാപങ്ങളും നീങ്ങിപ്പോകട്ടെ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചോളാം. ആരെല്ലാം വാക്ക് പറയുന്നു, അവർക്ക് അവരുടെ കരങ്ങളെ ഉയർത്താം. ആരെല്ലാം തീരുമാനം പറയുന്നു, അവർക്ക് അവരുടെ കരങ്ങളെ ഉയർത്താം. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിക്കും. കരങ്ങളെ താഴ്ത്തിയിടുക. നിങ്ങൾക്കൊന്നും കൂടെ പറയാം, കർത്താവേ, എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചു കൊള്ളാം. ഒരു പ്രാവശ്യം കൂടി പറയുള്ളവരെ, എൻ്റെ യേശുവേ, എൻ്റെ പ്രാണപ്രിയനായ യേശുവേ, എനിക്ക് മാനസാന്തരം തരാൻ വേണ്ടിയിട്ട് കുരിശന്മേൽ പെടഞ്ഞവനെ, അനുഗ്രഹിക്കപ്പെട്ടവരെ എന്നുള്ള വിളി കേൾക്കാൻ വേണ്ടിയിട്ട് കുരിശന്മേൽ ഒരു ശാപഗ്രസ്തനെ പോലെ കുരിശന്മേൽ തൂങ്ങിയവനെ, ഇന്നു മുതൽ ഞാൻ നിനക്കായിട്ട് ജീവിച്ചു കൊള്ളാം. ആരെല്ലാം സമർപ്പണം പറയും, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഇന്ന് ഈ സമയം ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്തപ്പം ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇതിൽ വലിയത് കാണുമെന്ന് നദനയോട് പറഞ്ഞതുപോലെ കർത്താവേ, ഞങ്ങൾക്കും കാണണം. കർത്താവേ, ഞങ്ങൾക്കൊരു മാനസാന്തരം, വീണ്ടും ജനനം, പുതിയ സൃഷ്ടിയുടെ അനുഭവം, ഒരു വിശുദ്ധ ജീവിതം, യേശുവിൻ്റെ സ്വഭാവം പ്രാപിച്ചുകൊണ്ടുള്ള ജീവിതം, യേശുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള ജീവിതം, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ വരുന്നത്, ഞങ്ങളുടെ മക്കൾ വരുന്നത്, ഞങ്ങളുടെ ബന്ധുക്കൾ വരുന്നത്, ഞങ്ങളോടൊപ്പം മുട്ടുമടക്കുന്നത്, ഞങ്ങളുടെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാകുന്നത് ഞങ്ങൾക്ക് കാണണം. കർത്താവേ, പോരാ, നിത്യജീവന്റെ തുറമുഖത്ത് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരോടൊപ്പം നിന്നെ ആരാധിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ. നിന്റെ പൊന്നുമുഖം ഞങ്ങൾക്ക് കാണണം കർത്താവേ. അതിനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമേ. ഇന്ന് യോഗത്തെ നീ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. ഇപ്പം നിന്റെ മുമ്പാകെ തലവണക്കിരിക്കുന്ന ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. അവരുടെ തലമേൽ തീരുമാനമെടുത്ത ഓരോ മക്കളുടെ തലമേലും നിന്റെ ആണിപ്പാടുള്ള കരം വെക്കണമേ. അവർക്ക് സമാധാനം നൽകണമേ, അവർക്ക് സന്തോഷം നൽകണമേ, അവരുടെ കുടുംബത്തിൽ പ്രത്യാശ നൽകണമേ, അവരുടെ വിശ്വാസം വർദ്ധിപ്പിച്ചിരണമേ. ഈ ദേശത്തെ നിന്റെ വചനം കൊണ്ട് ഇളക്കി മറിക്കണമേ. അതിന് വേണ്ടിയിട്ട് ചുമതല നിൽക്കുന്ന ഓരോ മക്കളെയും നീ അനുഗ്രഹിക്കണമേ. ഓരോ വേല ചെയ്ത ഓരോ വേലക്കാരെയും നീ അനുഗ്രഹിക്കണമേ. ഓരോ ശുശ്രൂഷ ചെയ്ത മക്കളെ അനുഗ്രഹിക്കണമേ. സകലതും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ ഉത്തരം തരുമാറാകണമേ. ആമേൻ.